ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ നമുക്കിതും സിമ്പിളായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഫസ്റ്റ് ചെയ്യേണ്ട അതാണ്. ഓരോത്തിൻ്റെയും കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ആക്കി വെക്കുക. അത് കഴിഞ്ഞ പ്രോബ്ലം നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അത്ര വലിയ കാര്യമൊന്നുമില്ല. അറിയാമായിരിക്കും എല്ലാവർക്കും അല്ലേ? ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് തന്നെ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളത് എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമുക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് പ്രോബ്ലം ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ ഒത്തിരി പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നമുക്കത് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് എത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കാം. അതാണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്താണത്? ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അടച്ചു പൂട്ടുകയാണ് അല്ലേ? അത് ഇനി നമുക്ക് വേണ്ട, കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, നമ്മളത് ക്ലോസ് ചെയ്ത് കളയുവാണ്. അതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയണത്. കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുവാണ്. ഓക്കെ, അതിനെയാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞതിന് നമുക്ക് കുറച്ച് വിധത്തിലൊക്കെയാണ് നമുക്ക് ഡിസൊല്യൂഷൻ സംഭവിക്കാൻ പറ്റണത്. ഓക്കെ, ഒന്ന് മ്യൂച്വൽ കൺസെൻറ്റ്. എല്ലാ പാർട്ട്നേഴ്സും ഒരുമിച്ച് തീരുമാനം എടുക്കുകയാണ്, ശരിയെന്നാൽ നമുക്കിനി ഇത് ക്ലോസ് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞ് എല്ലാ പാർട്ട്നേഴ്സും മ്യൂച്വലായിട്ട് ഒരു തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് സംഭവിക്കും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് ക്ലോസ് ചെയ്യാം അല്ലേ? മ്യൂച്വലായിട്ട് തീരുമാനം എടുക്കുകയാണ്. എന്നാൽ പക്ഷെ ഒരു പാർട്ട്ണറായിട്ടാണ് തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടീസ് കൊടുക്കണം. ഒരു പാർട്ട്ണർ എല്ലാ പാർട്ട്ണർക്കുമായിട്ട് നോട്ടീസ് കൊടുക്കണം. ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടീസ് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ചില കാര്യങ്ങൾ നമുക്കത് അങ്ങനെ തന്നെ സംഭവിക്കും. ആ ഒരു ഇവൻറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കത് സംഭവിക്കും. അതായത് ഡിസൊല്യൂഷൻ സംഭവിക്കേണ്ടതായ ചില കേസുകളുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു ഫിക്സഡ് പീരീഡിലേക്കായിരിക്കും. ഒരു ഫിക്സഡ് പീരീഡിലേക്കായിരിക്കുള്ളൂ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവിടെ എഗ്രിമെൻറ്റിൽ ഡീഡിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്, ഇത്ര വർഷത്തേക്കാണ്, ഒരു 5 വർഷത്തേക്ക് 10 വർഷത്തേക്കാണ് നമ്മൾ ഈ ഫോം സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പീരീഡ് അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതവിടെ ഡിസൊല്യൂഷൻ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു വർക്ക്, ഇപ്പോൾ ഒരു പാലം പണിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു വർക്കിന് വേണ്ടിയിട്ടായിരിക്കും ആ ഒരു ഫോം ഉണ്ടായത് അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അത് തുടർന്ന് പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അതവിടെ കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ തന്നെയാണ് ഒരു പാർട്ട്ണർ ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ. ഇപ്പം 2 പാർട്ട്ണറേ ഉള്ളൂ, ഒരാൾ ഡെത്തായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? അവിടെ അത് അടച്ചുപൂട്ടിയേ പറ്റുള്ളൂ. പിന്നെ എന്താണ്, പിന്നെ ഇൻസോൾവൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ, പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആവുകയാണെങ്കിലും അതേപോലെ തന്നെയാണ് നമുക്ക് വരണത്. പിന്നെ കമ്പൽസറി ഡിസൊല്യൂഷൻസ് ഉണ്ട്. കമ്പൽസറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസൊല്യൂഷൻ സംഭവിക്കുന്ന കേസുകളുണ്ട്. എല്ലാ പാർട്ട്ണർ ഇൻസോൾവൻ്റ് ആവുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അതെന്ത് ചെയ്യാനാണ്? ആ പാർട്ട്ണർഷിപ്പും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതവിടെ കമ്പൽസറി ഡിസൊല്യൂഷൻ തന്നെ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫോം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത് ലീഗലായിരുന്നു, പിന്നീട് അത് ഇല്ലീഗലായിട്ട് മാറുവാണ്. പാർട്ട്ണർഷിപ്പ് ഫോം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ലീഗലായിരുന്നു, പിന്നീട് അതിൻ്റെ കല്ലല്ലേ നമുക്ക് ഓരോ ഇതിലും നമുക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ലീഗൽ ടേംസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും? നേരെ തിരിച്ചു പറയും അല്ലേ, കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് അത് ഇല്ലീഗലായി മാറുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും? അവിടെ കമ്പൽസറി ഡിസൊല്യൂഷനാണ് വേണ്ടത്. ഇനി കോർട്ടിന് തീരുമാനിക്കാം ഇത് കണ്ടിന്യൂ ചെയ്യണോ ഡിസ്കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് കോർട്ടിന് തീരുമാനിക്കേണ്ട കേസുകളുണ്ട്. അതായത് എന്താണ്, ഇൻസാനിറ്റി, പാർട്ട്ണറിന് ഇൻസാനിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പെർമനൻ്റ് ഇൻകേപ്പബിലിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണറിന്, പിന്നെ പാർട്ട്ണറുടെ മിസ്കണ്ടക്റ്റ് ബിസിനസ്സിനെ ബാധിക്കുകയാണെങ്കിൽ, ബിസിനസ്സിനെ അത് കാര്യമായ രീതിയിൽ തന്നെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? കോർട്ടിന് അത് തീരുമാനിക്കാം. ഓക്കെ, അതേപോലെ തന്നെ എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കില്ല. എഗ്രിമെൻ്റ് ബ്രീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? കോർട്ടിന് തീരുമാനിക്കാം അതിന് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ
പാർട്ണർ, ഏതെങ്കിലും ഒരു പാർട്ട്ണർ അയാളുടെ ഷെയർ തേർഡ് പാർട്ടിക്ക് മുഴുവനായിട്ടും കൊടുക്കുവാണ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഫേമിൽ അയാളുടെ ഷെയർ തേർഡ് പാർട്ടിക്ക് മുഴുവനായിട്ടും അയാളുടെ ഷെയർ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവിടെ കോർട്ടിന് ഡിസൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, ശരി നിങ്ങൾ നിർത്തി പോണേന് നല്ലതെന്നുള്ളത്. ഓക്കെ, പിന്നെ എന്താണ്? കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ റൂൾ 49 പ്രകാരം ഓർഡർ 21 ഫസ്റ്റ് ഷെഡ്യൂളിലുള്ള കാര്യത്തിന് എന്തെങ്കിലും ചാർജ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കോർട്ടിന് അവിടെ തന്നെ വെച്ച് നിർത്തിക്കാം. അതായത് കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയറിന്റെ റൂൾ 49 പ്രകാരം ഓർഡർ 21 ഫസ്റ്റ് ഷെഡ്യൂളിലെ കാര്യത്തിന് ചാർജ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഒരു നോട്ടായിട്ട്, അതായത് തിയറി ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ കോർട്ടിന് തന്നെ ബോധ്യപ്പെടുകയാണ് ഈ ബിസിനസ് ഒരിക്കലും പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല, ചുമ്മാ ഇത് നടത്തിക്കൊണ്ട് പോയിട്ട് എന്ത് കാര്യം കിട്ടാൻ, എന്ത് പുണ്യം കിട്ടാനാ? ഇന്ന് കോർട്ടിന് തന്നെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് എപ്പോൾ നോക്കിയാലും ലോസ് തന്നെ. അപ്പോൾ പിന്നെ ഇത് ആർക്ക് എന്ത് പുണ്യത്തിന് ഇത് നടത്തണേ? ഇന്ന് കോർട്ട് തന്നെ തോന്നുവാണെന്നുണ്ടെങ്കിൽ കോർട്ടിന് എന്ത് ചെയ്യാം? നിങ്ങൾ അടച്ചു പൂട്ടിയിട്ട് പോകും, അത് തന്നെ ഏറ്റവും ബെറ്റർ എന്ന് തോന്നും. ഓക്കെ, പിന്നെ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ കോർട്ടിന് തോന്നുകയാണ്, പക്ഷെ അത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ഒരു ഗ്രൗണ്ടൊക്കെ കോർട്ടിന് തോന്നുവാണെന്നുണ്ടെങ്കിൽ കോർട്ടിന് തന്നെ അത് അടച്ചുപൂട്ടി പോകാനായിട്ട് പറയാം. ഇത്രയും പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? എഴുതാൻ പാകത്തിന് മനസ്സിലാക്കി വെച്ചിരിക്കുക, പോയിന്റായിട്ട് എഴുതാൻ പാകത്തിന് മനസ്സിലാക്കി വെച്ചിരിക്കുക. കാരണം ഇത് തിയറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഓൺ ഡിസൊല്യൂഷൻ്റെ സമയത്ത് അക്കൗണ്ട്സ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ലോസസ് ഒക്കെ ഉണ്ടാവും അല്ലേ? അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ, നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ അതൊന്നും ചെയ്യാൻ പാടില്ല. അതിനൊരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ അനുസരിച്ച് മാത്രമേ നമുക്ക് ഓരോന്നും സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് പ്രോഫിറ്റിൽ നിന്നും ലോസ് ആണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഫസ്റ്റ് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടാവില്ല, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ലോസ് സെറ്റ് ഓഫ് ചെയ്യണം. സെക്കൻഡ് ക്യാപിറ്റലിൽ നിന്നാണ്. ഓക്കെ, തേർഡ് ആണെങ്കിൽ സെക്കൻഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റലിൽ നിന്നാണ് ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റ് ഓഫ് ചെയ്യേണ്ട. ഫസ്റ്റ് പ്രോഫിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോഫിറ്റിൽ നിന്ന് ലോസ് എന്തെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക നോക്കുക. അതിനും നമുക്ക് അത് കഴിഞ്ഞില്ല, കാരണം ഇനിയും കുറേ സെറ്റ് ഓഫ് ചെയ്യാനുണ്ട്, കുറേ കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് അവരുടെ ക്യാപിറ്റലിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും അവർക്ക് ഒന്നും ആയില്ല, ഇനിയും നമ്മൾ ഒത്തിരി കൊടുത്തു തീർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തേർഡായിട്ട് പാർട്ട്നേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ഇല്ലേ, അതിൽ നിന്ന് കൊടുക്കാൻ നോക്കണം. അതാണ് നമ്മളിവിടെ പറയില്ലേ, പാർട്ട്ണർഷിപ്പ് ഫോം എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണെന്നൊക്കെ പറയില്ലേ, ഇത് സംഭവം. ഇങ്ങനെ നമുക്ക് കൊടുത്ത് തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റേജ് പറഞ്ഞാൽ എങ്ങനെയാണ്? പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി എന്തെങ്കിലുമൊക്കെ അസറ്റോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വിറ്റിട്ട് എന്ത് ചെയ്യണം? അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ട് നമുക്ക് ഇതിൻ്റെ കടം കൊടുത്തു തീർക്കാനായിട്ട് പറ്റണം. അത് ഏത് തരത്തിലായിരിക്കും? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കുള്ളൂ. ഈ പാർട്ട്ണർ പേഴ്സണൽ പ്രോപ്പർട്ടി കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ അതും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കുള്ളൂ അത് കൊടുത്തു തീർക്കാനായിട്ട് പറയണത്. ഓക്കെ, ഇനി അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അസറ്റ് വിറ്റിട്ട് നമുക്ക് കടം തീർക്കാനായിട്ട് ശ്രമിക്കാൻ നേരത്തെ അതിനും ഒരു ഓർഡർ ഉണ്ട്. അസറ്റ് വിറ്റിട്ട് കടം തീർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനും എന്ത് ചെയ്യണം? അതിനൊരു ഓർഡർ ഉണ്ട്. അതെന്താണ്? ആദ്യം തേർഡ് പാർട്ടിയുടെ ഡെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, സെക്കൻഡ് എന്താണ്? ക്യാപിറ്റൽ അല്ലാതെ പാർട്ട്നേഴ്സിൻ്റെ എന്തെങ്കിലും ലോൺ വാങ്ങിച്ചിട്ടുണ്ടാവൂലേ, പാർട്ട്നേഴ്സ് ലോൺ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവില്ലേ, അങ്ങനെ പാർട്ട്നേഴ്സ് ലോൺ തന്നെയാണ് അഡ്വാൻസ് എന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾ എൻട്രി ചെയ്യണ പാർട്ട്നേഴ്സ് ലോണായിട്ട് തന്നെ എൻട്രി ചെയ്യുള്ളൂ. ആ ലോണ് എന്ത് ചെയ്യണം? സെക്കൻഡ് കൊടുത്തു തീർക്കണം. അപ്പോൾ ഫസ്റ്റ് എന്താണ്? തേർഡ് പാർട്ടിയുടെ കടങ്ങളൊക്കെ കൊടുത്തു തീർക്കണം. സെക്കൻഡ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അല്ല ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ടുള്ള ലോണുകൾ കൊടുത്തു തീർക്കണം. ഇതിന് ശേഷിട്ട് തേർഡായിട്ട് നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാനായിട്ട് പറയുള്ളൂ. ഓക്കെ, അതിനുശേഷം നമ്മുടെ കയ്യിൽ അസറ്റ് വിറ്റ് കഴിഞ്ഞിട്ട് അതിനുശേഷം കുറേ കാശ് നമ്മുടെ കയ്യിൽ ഇരിക്കുവാണെങ്കിൽ മാത്രമേ ഷെയർ ഓഫ് പ്രോഫിറ്റ് അനുസരിച്ച് ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കാനായിട്ട്, പ്രോഫിറ്റിനെ ഷെയർ കൊടുക്കാനായിട്ട് പറയുള്ളൂ. ഓക്കെ, ഇനി ഫേമിൻ്റെ കടം തീർത്തതിന് ശേഷം മാത്രമേ പാർട്ട്നേഴ്സിന് പ്രൈവറ്റായിട്ട് എന്തെങ്കിലും കടം തീർക്കാനുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം പേഴ്സണലി അവരെന്തായാലും കടം വാങ്ങിച്ചിട്ടുണ്ടാവും. കാരണം നമ്മുടെ ഫേം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? കമ്പനിയുടെ ഫേമിൻ്റെ ബിസിനസ്സിൻ്റെ ഇതിന്
ആയിട്ടും അതല്ലാണ്ട് അവർക്ക് പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ അവർ പേഴ്സണലായിട്ടും കടം വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ പക്ഷെ അവരെന്ത് പറയും, ഞങ്ങൾ എന്തായാലും ഫേമിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കടം വാങ്ങിച്ചത് എന്ന് പറഞ്ഞാലും കമ്പനിയുടെ ഫേമിൻ്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തു തീർത്തതിന് ശേഷം ബാക്കി വല്ലതും വരുവാണെങ്കിൽ മാത്രമേ അവർ പേഴ്സണലായിട്ട് വാങ്ങിച്ചത് കൊടുക്കാനായിട്ട് സമ്മതിക്കുകയുള്ളൂ. ഇപ്പോൾ പേഴ്സണൽ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ, പേഴ്സണൽ പ്രോപ്പർട്ടി വിറ്റ് വരണമെന്ന് പറഞ്ഞല്ലോ, നമ്മൾ കടം തീർക്കണമെന്ന് പറഞ്ഞല്ലോ, അതാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തതിന് ശേഷം മാത്രം ഫേമിൻ്റെ കടം തീർക്കാനായിട്ട് വന്നാൽ മതി. അത് പേഴ്സണൽ പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രം അങ്ങനെ വന്നാൽ മതി. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഓർഡർ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ലോസ് എങ്ങനെയാണെന്നുള്ളതും അസറ്റിൻ്റെ കാര്യത്തിലും എങ്ങനെയാണെന്നുള്ളതും നമ്മൾ എന്ത് ചെയ്താലും അത് ആ ഓർഡർ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ട ഓർഡറാണ്. ഓക്കെ. ഇനി അക്കൗണ്ടിങ് എൻട്രീസ് ഉണ്ട്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഞാനതൊന്ന് പറയാം. ഓക്കെ. ഇതിൽ 2 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റി. റിയലൈസേഷൻ ഓഫ് അസറ്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റി എന്ന് പറഞ്ഞു. ഇതിലെന്താണ്, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എല്ലാ അസറ്റും എടുക്കണം. എക്സെപ്റ്റ് എന്തൊക്കെ എടുക്കാൻ പാടില്ല, ക്യാഷ്, ബാങ്ക്, പ്രിലിമിനറി എക്സ്പെൻസ്, അതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്നൊക്കെ പറയുന്നത്. പ്രിലിമിനറി എക്സ്പെൻസ് അങ്ങനെയുള്ള ഐറ്റം ഒന്നും ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, എടുക്കാനായിട്ട് പാടില്ല റിയലൈസേഷൻ അക്കൗണ്ടിൽ. ബാക്കി എല്ലാ അസറ്റും എടുക്കണം. അതേപോലെ തന്നെ എന്താണ്, ലൈബിലിറ്റി എടുക്കണം. അത് ഏതിൽ എടുക്കാൻ പാടുള്ളൂ, ബുക്ക് വാല്യൂവിൽ എടുക്കാൻ പാടുള്ളൂ. ബുക്ക് വാല്യൂവിൽ എടുക്കാൻ പാടുള്ളൂ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണേ, അതായത് നമുക്കിപ്പോൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സൺഡ്രി ഡെറ്റേഴ്സിന്റെ കൂട്ടത്തിൽ നമുക്ക് മൈനസ് ചെയ്ത് എന്തെങ്കിലും പ്രൊവിഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൈനസ് ചെയ്ത് കാണിക്കാം. പിന്നെ എന്താ, ഫിക്സഡ് അസറ്റ് അതിൽ ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ കാണിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുറയ്ക്കണ ഫിഗറൊന്നും അല്ല കാണിക്കേണ്ടത്. ഓക്കെ. ആ മൈനസ് ചെയ്ത ഫിഗർ കാണിക്കരുത്. അതല്ലാതെയുള്ള വാല്യൂ ഇല്ലേ, ഫിക്സഡ് അസറ്റ് 1 lakh, അതിൽ ഡിപ്രീസിയേഷൻ 10,000 എന്ന് പറയുമ്പോൾ ആ 1 lakh ആണ് നമ്മളിവിടെ എടുക്കേണ്ടതെന്നുള്ളത്. ആ 10,000 കൂടി കുറച്ചിട്ടുള്ള വാല്യൂ അല്ല എടുക്കേണ്ടതെന്ന്. ഓക്കെ. ആണ് ബുക്ക് വാല്യൂ ആണ് എടുക്കേണ്ടതെന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റി എന്നുള്ളതാണ് ഫസ്റ്റ്. അതിൽ ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണത്, എല്ലാ അസറ്റും ലൈബിലിറ്റി എടുക്കാം. എന്തൊക്കെ ഒഴിച്ച്, ക്യാഷോ ബാങ്കോ പ്രിലിമിനറി എക്സ്പെൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒഴിവാക്കണം. ബാക്കിയൊക്കെ നമുക്ക് എടുക്കാം. ഗുഡ് വില്ല് തരുവാണെങ്കിൽ കൂടി ഗുഡ് വില്ല് വരെയൊക്കെ നമുക്ക് ഇതിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ എൻട്രി ഒന്ന് നോക്കാം. വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്തേക്ക് തന്നെ നമുക്കത് വന്നോളും, ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു കേസിൽ ഇതായിട്ട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു എൻട്രി ആയിട്ടോ MCQ അങ്ങനെ എന്തെങ്കിലും ഒരു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുപോകരുതല്ലോ, അല്ലെങ്കിൽ ടക്കുന്നൊരു കൺഫ്യൂഷൻ വരരുതല്ലോ. അതുകൊണ്ടൊന്ന് പറയണമെന്നേ ഉള്ളൂ. ഓക്കെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അതിൽ വലിയ കാര്യങ്ങൾ ആനക്കാര്യം ഒന്നുമില്ല. ഓക്കെ. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാണ്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്, അതായത് അസറ്റ് ക്ലോസ് ചെയ്യുവാണ്. ഓക്കെ. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ട് ആയിട്ടോ അസറ്റ് എന്ന് പറഞ്ഞ ഒരു എൻട്രി ഇടാം. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോമിനൽ അക്കൗണ്ട് പോലെ തന്നെയാണ്. ആ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, 2 ആയിട്ട് എന്ത് ചെയ്യണം, ഇത് ചെയ്യാം. 2 അസറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ അസറ്റ് എല്ലാം ക്യാഷും ബാങ്കും പ്രിലിമിനറി എക്സ്പെൻസും ഒഴിച്ച് ബാക്കി എല്ലാ അസറ്റും അതിലേക്ക് കാണിക്കാം. ഓക്കെ. റിയലൈസേഷൻ അക്കൗണ്ട് ആയിട്ട് അസറ്റ് എന്ന് പറഞ്ഞ് കാണിക്കാം. ഇനി അടുത്തത് നമുക്ക് എന്താണ്, ഡെറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതേ ഇതിൽ തന്നെയാണ് നമ്മൾ കാണിക്കുക അല്ലേ. റിയലൈസേഷൻ അക്കൗണ്ട് ആയിട്ട് ഡെറ്റർ അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് കാണിക്കുക. അത് സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അസറ്റിൽ തന്നെ അതിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ക്ലോസിങ് പ്രൊവിഷൻസ് ഉണ്ടാവില്ലേ, സൺഡ്രി ഡെറ്റേഴ്സ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ ലെസ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ് കാണിക്കില്ലേ, അത് ഇടുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഈ അസറ്റ് എവിടെ കാണിച്ചോ ഡെറ്റർ എവിടെ കാണിച്ചോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കാണിക്കുക. അതാണ് പ്രൊവിഷൻ അക്കൗണ്ട് ആയിട്ടോ റിയലൈസേഷൻ എൻട്രി വേണ്ടത്. ഓക്കെ. നമ്മളുടെ ഡെറ്റേഴ്സ് കാണിച്ചത് എങ്ങനെയാണ്, 2 സൈഡാണ്. റിയലൈസേഷൻ അക്കൗണ്ട് 2 സൈഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഡെബിറ്റ് സൈഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊവിഷൻ കാണിക്കേണ്ട എവിടെ, റൈറ്റ് സൈഡ് കാണിക്കുക. ഓക്കെ. ക്ലോസിംഗ് പ്രൊവിഷൻ ലെസ് എന്നുള്ളത് റൈറ്റ് സൈഡ് കാണിക്കാം. ഇനി ക്ലോസിംഗ് ലൈബിലിറ്റി, അസറ്റ് എവിടെ കാണിച്ചോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ലൈബിലിറ്റി കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കാണിക്കും, ലൈബിലിറ്റി അക്കൗണ്ട് അറ്റാച്ച് ടു
റിയലൈസേഷൻ എന്ന് പറയും. ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ടല്ല നമ്മൾ എഴുതേണ്ട, അസറ്റ് എന്ന് പറഞ്ഞാലും ടോട്ടലായിട്ടല്ല നമ്മൾ എഴുതേണ്ട, ഓരോ അസറ്റായിട്ട് തന്നെ എടുത്ത് എഴുതുക. എന്തൊക്കെ അസറ്റ് കണ്ടിട്ടുണ്ടോ ആ ഓരോ അസറ്റും ലൈബിലിറ്റി ആയിട്ട് തന്നെ നമ്മൾ എടുത്തെഴുതണം. പിന്നെ എന്താണ് ക്ലോസിങ് എക്സ്റ്റേണൽ ലൈബിലിറ്റി. എക്സ്റ്റേണൽ ലൈബിലിറ്റി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ബാങ്ക് ലോണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും അതേപോലെ തന്നെ എന്താണ് എക്സ്റ്റേണൽ ലൈബിലിറ്റി അക്കൗണ്ട് ടു റിയലൈസേഷൻ അക്കൗണ്ട്. ആ ലൈബിലിറ്റി സൈഡ് തന്നെയാണ് അതും കാണിക്കേണ്ടത്. ഇനി എന്താണ് അസറ്റ് എന്തെങ്കിലും സെയിൽ ചെയ്തു, അസറ്റ് എന്തെങ്കിലും സെയിൽ ചെയ്തു എന്ന് അതിൽ പറയും അല്ലെ. അസറ്റ് സെയിൽ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്താ കിട്ടുക? ക്യാഷ് കിട്ടും അല്ലെ. അപ്പൊ ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ടു റിയലൈസേഷൻ ആ ഒരു ഇതിൽ ഓർത്താൽ മതി. അസറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. ആ ക്യാഷ് അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് കാണിക്കാം. ഇനി ഏതെങ്കിലും ഒരു അസറ്റ് ചിലപ്പോൾ സെയിൽ ചെയ്തെന്ന് പറയും, ചിലപ്പോൾ എന്ത് ചെയ്യും? പാർട്ട്ണർ എടുത്തിട്ട് പോയി അല്ലെ. ഈ ഒരു അസറ്റ് പാർട്ട്ണർ എടുത്തു, കാരണം അവർക്ക് കൊടുക്കാനുണ്ടാവും. അപ്പൊ അവർ ആ അസറ്റ് എടുത്ത് ആ വെച്ച് ആ ഒരു ഇത് വീട്ടി എന്നുള്ള പോലെ അങ്ങനെ കാണിക്കുന്നുണ്ടാവും. അസറ്റ് ശരി, നിങ്ങൾക്ക് ഇപ്പൊ ഫേം ഇത്രയും ക്യാഷ് തരാണ്ട് ഇനി അസറ്റ് വിറ്റ് ക്യാഷ് തരാൻ നിൽക്കണ്ട, ഈ അസറ്റ് ഞാൻ എടുത്തിട്ട് പോവാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പാർട്ണർ ഒരു അസറ്റ് എടുത്തിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബാങ്ക് ഓർ ക്യാഷ് എന്നുള്ളതിന് പകരം അവിടെ എന്ത് ചെയ്യും? ഏത് പാർട്ണറാണോ എടുത്തിട്ട് പോണത് അവരുടെ പേര്. ഓക്കെ, എ ബി സി ഏത് പാർട്ണറാണോ, എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഏത് പാർട്ണറാണോ അങ്ങനെ അക്കൗണ്ട് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് കാണിക്കാം. ക്യാഷ് ഓർ ബാങ്കിന് പകരം അവരെ കാണിക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലൈബിലിറ്റി, നമ്മൾ ആ അസറ്റ് സെയിൽ ചെയ്തു എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ലൈബിലിറ്റി പേ ചെയ്തു. ലൈബിലിറ്റി ആർക്കെങ്കിലും കൊടുക്കാനുണ്ടായിരുന്നു, അത് കൊടുത്തു എന്ന് പറയാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? കൊടുക്കാൻ നേരത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്. ഓക്കെ, അതേപോലെ തന്നെയാണ് എക്സ്റ്റേണൽ ലൈബിലിറ്റി കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. അപ്പൊ റിയലൈസേഷൻ അക്കൗണ്ട് ടു ക്യാഷ് ഓർ ബാങ്ക്. പിന്നെ എന്താ ലൈബിലിറ്റി അതേപോലെ തന്നെ പാർട്ട്ണർ ടേക്ക് ഓവർ ബൈ പാർട്ട്ണർ എന്ന് പറയുകയാണ്. അതായത് ആ കൊടുക്കാനുള്ള ലൈബിലിറ്റി ഞാൻ കൊടുത്തോളാം, ഞാനിപ്പോൾ ഫേമിലേക്ക് എന്തെങ്കിലും കാശ് കൊടുക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഒരു ലൈബിലിറ്റി ഞാനത് ഡയറക്റ്റ് ആയിട്ട് പോയി സെറ്റിൽ ചെയ്തോളാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ബാങ്ക് ഓർ ക്യാഷിന് പകരം അവിടെ എന്ത് പറയും? പാർട്ട്ണറിന്റെ ഏത് പാർട്ട്ണറാണോ ആ പാർട്ട്ണറുടെ പേര് എസ് ക്യാപിറ്റൽ, ബിസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് എഴുതണം. റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ, എക്സ്റ്റേണൽ ലൈബിലിറ്റി ടേക്കൺ ഓവർ ബൈ പാർട്ട്ണർ, അതും സെയിം തന്നെ. എക്സ്റ്റേണൽ ലൈബിലിറ്റി റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഇനി പേയ്മെന്റ് ഓഫ് റിയലൈസേഷൻ എക്സ്പെൻസ്, നമ്മൾ റിയലൈസേഷൻ എക്സ്പെൻസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടാവും അല്ലെ, ബ്രോക്കറേജ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിന് എൻട്രി വരേണ്ട റിയലൈസേഷൻ അക്കൗണ്ട് ആയിട്ട് ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞിടണം. അത് നമ്മളൊന്ന് സൂക്ഷിച്ചു വെക്കുക. ഓക്കെ, അതിനെപ്പോഴും പിള്ളേർ തിരിച്ചൊക്കെ എൻട്രി ഇടാറുണ്ട്, അതുകൊണ്ടാണ് അതൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എൻട്രി ഇടുക. ഇനി എന്താണ് അത് നമുക്ക് MCQ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. If paid by any partner, if partners bear such expense personally in persons of separate agreement, no entry is required. If paid by any partner, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതായത് ഏതെങ്കിലും ഒരു പാർട്ട്ണർ സ്വയമായിട്ട് അവരെന്ത് ചെയ്യണോ, അവർ തന്നെ അത് എക്സ്പെൻസ് പേഴ്സണലി അവർ തന്നെ അത് വഹിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണേന്നുണ്ടെങ്കിൽ അത് പേഴ്സണലി അവർ തന്നെ ആ എക്സ്പെൻസ് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് പേഴ്സണലാണ്. ഇവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരു എൻട്രി ഇടേണ്ട കാര്യമില്ല. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് പേ ചെയ്തു, പെയ്ഡ് ബൈ പാർട്ട്ണറാണ് പേ ചെയ്തു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ഇടുക. ഇനി എന്താണ് റിയലൈസേഷൻ, അതായത് സെയിൽ അൺറെക്കോർഡഡ് അസറ്റ്. ചിലപ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്, റിയലൈസേഷൻ്റെ സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, ഓ ഇത് റെക്കോർഡേ ചെയ്തിട്ടില്ല, ഈ അസറ്റ് റെക്കോർഡേ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള പല കേസുകളും വരാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അൺറെക്കോർഡഡ് അസറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെയിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? സെയിൽ ചെയ്താൽ നമുക്ക് അസറ്റ് സെയിൽ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആയിട്ട് റിയലൈസേഷൻ. ഓക്കെ, പിന്നെ അൺറെക്കോർഡഡ് അസറ്റ് ടേക്കൺ ഓവർ ബൈ പാർട്ട്ണർ. അൺറെക്കോർഡഡ് അസറ്റ് എന്ത് പാർട്ട്ണർ എടുക്കുവാണെന്നുണ്ടെങ്കിൽ, അൺറെക്കോർഡ് ചെയ്യാത്ത അതായത് റെക്കോർഡ് ചെയ്യാത്ത അസറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാർട്ട്ണറായിട്ട് എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആയിട്ട് റിയലൈസേഷൻ ക്യാഷ് ഓർ ബാങ്കിന് വരെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഉണ്ട്, അത് പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചെൻട്രി ഇടുക. റിയലൈസേഷൻ അക്കൗണ്ട് ആയിട്ട് ബാങ്ക് ഓർ ക്യാഷ് പേ ചെയ്യാൻ നേരത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകും. അപ്പോൾ ടു ക്യാഷ്. ഇനി ഷെയർ എക്സെട്ര റിസീവ്ഡ് ആസ് പർച്ചേസ് കൺസിഡറേഷൻ. പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഷെയർ എന്തെങ്കിലും ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഷെയർ അക്കൗണ്ട് ആയിട്ട് റിയലൈസേഷൻ എന്ന് പറയാം. ഓക്കെ,
ഇനി അടുത്ത എന്താ, ഷെയർ, ആ ഷെയർ തന്നെ വിറ്റു, സോൾഡ് ഔട്ട്. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ, ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ എന്ന് പറഞ്ഞത്. ഷെയർ ആ ട്രാൻസ്ഫർ ടു പാർട്ട്ണർ, ഷെയർ ഉള്ളത് പാർട്ട്ണറിന് ട്രാൻസ്ഫർ ചെയ്തു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു ഷെയർ. ഈ സംഭവമൊക്കെ MCQയിൽ ചോദിക്കും, ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അതായത് ഷെയർ റിസീവ്ഡ് ആസ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഷെയർ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. അത് വിൽക്കുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വിൽക്കാൻ നേരത്തെ ക്യാഷ് കിട്ടും, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഷെയർ. ഷെയർ പാർട്ട്നേഴ്സിന് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ക്യാഷിന് പകരം അവിടെ എന്താണ്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഷെയർ. റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ്, ഇനി എല്ലാം നോക്കി കഴിഞ്ഞിട്ട് റിയലൈസേഷൻ പ്രോഫിറ്റ് ആണ് നമുക്ക് പറയുന്നുണ്ടെങ്കിൽ, എല്ലാ അക്കൗണ്ടും നമ്മൾ നോക്കാൻ നേരത്തെ ക്ലോസ് ചെയ്യാൻ നേരത്തെ അവിടെ എന്താണ്, പ്രോഫിറ്റ് ആണ് പറയുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ലോസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് എൻട്രി ഉള്ളത്. ഇത് വലിയ കാര്യമൊന്നും ആക്കണ്ട. നിങ്ങൾക്ക് ഈ MCQന് ഇതേപോലെയുള്ള ചെറിയ ഇതൊക്കെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഒന്ന് എടുത്തത്. നിങ്ങൾക്കിത് ഇപ്പം പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അല്ലേ? നമുക്ക് സിമ്പിളായിട്ടത് ആ ഒരു ലോജിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. പിന്നെ ബാക്കി റിയലൈസേഷന് നമുക്ക് അക്കൗണ്ട് വരക്കാൻ നേരത്തൊന്നും ഈ സംഭവങ്ങളൊന്നും നമുക്ക് നോക്കണ്ട. അതിൽ നോക്കി ക്വസ്റ്റ്യനിൽ നോക്കി തന്നെ നമുക്ക് എൻട്രി, അതായത് അക്കൗണ്ട് വരക്കാനായിട്ട് പറ്റും. ഈ സംഭവം തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ അതൊന്ന് ഓർഡർ ആക്കി അതിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ, കുറച്ചൊന്ന് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് സെറ്റിൽ, രണ്ടാമത്തെ വഴി ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാണ് റിയലൈസേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് പേയ്മെന്റ് ഓഫ് ലൈബിലിറ്റി എന്നുള്ളത്. അടുത്ത എന്താണ്, സെറ്റിൽമെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ഡ്യൂ ത്രൂ ക്യാപിറ്റൽ അക്കൗണ്ട് വഴിയാണെന്നുണ്ടെങ്കിൽ, അതായത് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ബാലൻസ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ നിന്നും, അതായത് ബിഫോർ ഡിസൊല്യൂഷൻ്റെ മുന്നേ ഉള്ള ആ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് ബാലൻസ് എടുക്കേണ്ടത്. അങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് ബാലൻസ് എടുക്കണം, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എടുക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണത് ഓപ്പണിംഗ് ബാലൻസ് വേണം. ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടാവും, ഡിസൊല്യൂഷന് മുന്നേ ഉള്ള ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. അതിൽ നിന്നാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, കറണ്ട് അക്കൗണ്ട് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എടുത്ത് എങ്ങോട്ട് മാറ്റണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, റിസർവ്, പിന്നെ എന്താണ്, ലൈഫ് ഇൻഷുറൻസ് പോളിസി റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട്, കണ്ടിജൻസി റിസർവ്, അതെല്ലാം എന്ത് ചെയ്യണം, അതെല്ലാം നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അൺഡിസ്ട്രിബ്യൂട്ടഡ് ലോസ്, ഫിക്റ്റീഷ്യസ് അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് അസറ്റ്സ് എക്സെട്ര, അതെല്ലാം എന്ത് ചെയ്യണം, അതും ട്രാൻസ്ഫർ ചെയ്യണം. അൺറിയലൈസ്ഡ് അസറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അൺറിയലൈസബിൾ അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് അഡ്വർടൈസ്മെന്റ് സർപ്ലസ് അങ്ങനെയുള്ളതാണ്. പാർട്ട്ണറിനെ അടുത്ത് നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എൻട്രി കൊടുക്കുക. പാർട്ട്ണറുടെ അടുത്ത് നിന്നാണ് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ്, പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്നുള്ള എൻട്രി ഇടണം. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ നോക്കാനുള്ളൂ. ഇനി നമുക്ക് ഇതിലെ പ്രോബ്ലം ആയിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ക്ലാരിറ്റി വരും. പ്രോബ്ലത്തിലൂടെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയാം, ആ എൻട്രി എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ കാണുമെങ്കിലും ഒന്ന് റിപ്പീറ്റ് അടിച്ചിട്ട് വീണ്ടും ഒന്ന് കേട്ട് നോക്കുക. നിങ്ങൾക്കത് പറയുമ്പോൾ തന്നെ അത് വരണുണ്ടോ മനസ്സിലെന്ന് നോക്കുക. കാരണം അത് MCQ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രം അതിൽ വെച്ച് മാത്രമേ ഉള്ളൂ. പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് ആ തിയറിയുടെ ആ എൻട്രിയുടെ ആവശ്യമില്ല. നമുക്ക് അല്ലാണ്ട് ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് എടുത്ത് നമുക്ക് ആ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓക്കെ ആവും. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഇല്ലുസ്ട്രേഷൻ 22. ABC അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1:1 ആണ്. ഓക്കെ, പിന്നെ എന്താണ്, ദേ ഈച്ച് ഡിസൈഡഡ് ടു ടേക്ക് ഓവർ സർട്ടൈൻ അസറ്റ് ആൻഡ് ലൈബിലിറ്റി ആൻഡ് കണ്ടിന്യൂ ബിസിനസ് സെപ്പറേറ്റ്ലി. അവരുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതിൽ ക്രെഡിറ്റേഴ്സ്, ലോണ്, ക്യാപിറ്റൽ, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി അസറ്റ്, ഡെറ്റേഴ്സ്, ലെസ് ബാഡ് പ്രൊവിഷൻ, സ്റ്റോക്ക്, ഫർണിച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അഡ്ജസ്റ്റ്മെന്റ് എന്താണ്, ഗുഡ് വിൽ ഈസ് ടു ബി ഇഗ്നോർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. A ഈസ് ടു ടേക്ക് ഓവർ ഓൾ ദ ഫിക്ചേഴ്സ് അറ്റ് 800 rupeesന് അല്ലോ. എല്ലാ ഫിക്ചേഴ്സും എന്താണ്, A എടുക്കാന്ന് പറഞ്ഞു. എത്രയാണ്, 800 rupeesന്. ഫർണിച്ചർ എത്രയുണ്ട്, 1000 ഉണ്ടായിരുന്നു, അത് A എടുക്കുന്നത് 800 rupeesനാണ്. ഡെറ്റേഴ്സ് 20,000 അറ്റ്
17,200. ഓക്കെ, ഡെറ്റേഴ്സ് നമുക്ക് ടോട്ടൽ 24,000 ഉണ്ട്. അതിൽ 20,000 എടുക്കുന്നത് 17,200 എന്നുള്ള എമൗണ്ടിനാണ് എടുക്കുന്നത്. 24,000-ൽ 20,000 എടുക്കുവാണ്. അത് എത്രയിനാണ് എടുക്കുന്നത്? 17,200 വാല്യൂവിനാണ് എടുക്കുന്നത്. ക്രെഡിറ്റേഴ്സ് ഓഫ് 6,000 ടു ബി അസ്യൂംഡ് ബൈ എ അറ്റ് ദി ഫിഗർ. എന്താണ് ക്രെഡിറ്റേഴ്സ്? എന്താണ് ക്രെഡിറ്റേഴ്സ് എന്നുള്ളത് 6,000 ആണ്. ആ ക്രെഡിറ്റേഴ്സിന് 6,000 എന്നുള്ള ഇതിൽ തന്നെയാണ് അസ്യൂം ചെയ്തിരിക്കണേ എന്നുള്ളത്. ഇനി ബി എന്താണ്? ബി എടുക്കുന്നത് എന്തൊക്കെയാണ്? സ്റ്റോക്ക്, എല്ലാ സ്റ്റോക്കും. ഓക്കെ, സ്റ്റോക്ക് എത്രയാണ്? 7,800 സ്റ്റോക്ക് 7,000 എടുക്കുവാണ്. സൺട്രി അസറ്റ് എന്ന് പറഞ്ഞാൽ 17,000 ഉണ്ട്. അതിൽ 7,200 സൺട്രി അസറ്റ് അറ്റ് 7,200 ബിയും ബുക്ക് വാല്യൂ ലെസ് 10% എടുക്കണേ എന്നുള്ളത്. ഓക്കെ, ബുക്ക് വാല്യൂവിൽ ഇരുന്ന് 10% ലെസ് ചെയ്തിട്ട് ആ ഫിഗറിനാണ് എന്തെടുക്കണത്? ബി സൺട്രി അസറ്റ് എടുക്കണേ എന്നുള്ളതാണ് ആ പറയണത്. ഓക്കെ, അതായത് എന്താണ്? 90% അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സി എന്തൊക്കെ എടുക്കണത്? സി ആണെന്നുണ്ടെങ്കിൽ റിമൈനിങ് സൺട്രി അസറ്റ്. ഇത് പോകെ ഇവർ എടുത്തത് പോകെയുള്ള ബാലൻസ് സൺട്രി അസറ്റ് ആണ് ആരെടുക്കണത്? സി എടുക്കണത്. ഓക്കെ, അത് 90% ബുക്ക് വാല്യൂ ലെസ് 100 അലവൻസ് ആയിട്ട് കൊടുത്തിട്ടാണ് ബാലൻസ് ഉള്ളത് എടുക്കണത്. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് എത്ര വെച്ച് എടുക്കണേ എന്നുള്ളത് നോക്കാനുണ്ട്. നമുക്ക് വരട്ടെ. ഇനി എന്താ പറഞ്ഞേക്കണേ? അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിസ്ചാർജ് ഓഫ് ദ ലോൺ ടുഗദർ വിത്ത് accruing interest of 30 which has not been recorded in the book of the firm. ഓക്കെ, എന്താണ് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ലോണ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് 30 എന്താണ്? അത് ബുക്കിൽ അക്കൗണ്ട് ചെയ്തിട്ടില്ല. അതായത് അത് സി എടുക്കണു എന്നുള്ള ആ ഒരു മീനിങ്. ലോണും അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ചേർത്തിട്ടുള്ള 30 കൂടി എടുക്കുകയാണത് ആരാണ്? സി ആണ് എടുക്കണേ എന്നുള്ളതാണ് മീനിങ്. ഇനി എന്താണ്? എക്സ്പെൻസ് ഓഫ് ഡിസൊല്യൂഷൻ വർ 270. ഡിസൊല്യൂഷൻ എക്സ്പെൻസ് എത്രയാണ്? 270 ആണ്. ദ റിമൈനിങ് ഡെറ്റേഴ്സ് വർ സോൾഡ് ടു ഡെറ്റ് കളക്ടിങ് ഏജൻസി ഫോർ 50% ഓഫ് ബുക്ക് വാല്യൂ. ഡെറ്റേഴ്സ് ബാലൻസ് ഉള്ള ഡെറ്റേഴ്സ് ഉണ്ടായിരുന്നു 24,200-ൽ 20,000 ആണ് എ എടുത്തിരിക്കുന്നത്. ബാലൻസ് വരുന്നുണ്ട് 4,200. അത് ഡെറ്റ് കളക്ടിങ് ഏജൻസി 50% ബുക്ക് വാല്യൂവിലാണ് എടുക്കുന്നത്. ബുക്ക് വാല്യൂവിന്റെ 50%-ലാണ് എടുക്കണേന്ന്. ഓക്കെ, ഇനി നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് അതൊക്കെയാണ് നമ്മളുടെ അടുത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് പറഞ്ഞതെന്നുള്ളത്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ആണ് ഇടുന്നത്. റിയലൈസേഷൻ അക്കൗണ്ട് ഇടുമ്പോൾ നമ്മൾ പറഞ്ഞു അസറ്റൊക്കെ എന്ത് ചെയ്യണം? അസറ്റൊക്കെ ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങനെ പറഞ്ഞു? റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ടോ അസറ്റ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ്, ബാങ്ക് അങ്ങനെയുള്ള ഐറ്റം ഒന്നും എടുക്കാതെ ബാക്കിയൊക്കെ അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടിട്ട് എന്ത് വരും? സൺട്രി അസറ്റ് എന്ന് പറഞ്ഞ 17,000. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? 24,000 1,200 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 23,000 അല്ല എടുക്കേണ്ടത്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 24,200 തന്നെ കാണിക്കണമെന്നാണ് നമ്മൾ അവിടെ തിയറി പഠിച്ചപ്പോൾ ആ ബുക്ക് വാല്യൂ എന്നുള്ളത് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ സൺട്രി അസറ്റ് 17,000, ഡെറ്റേഴ്സ് 24,000, സ്റ്റോക്ക് 7,800, ഫർണിച്ചർ 1,000. ഇനി ഇവിടെ അത് 2 സൈഡ് ബൈ സൈഡ് കൊണ്ടുപോയാണ് ഈ ലെസ് എന്നുള്ളത് ബൈ സൈഡ് കൊണ്ടുപോയി എഴുതണം. ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ബൈ സൈഡ് കൊണ്ടുപോയി എഴുതണം. ഇനി അതായത് ക്രെഡിറ്റ് സൈഡ് എഴുതാം, മീൻസ് റൈറ്റ് സൈഡ് എഴുതുക. ഇനി ഇപ്പുറത്ത് എന്തൊക്കെ എഴുതുക? ക്രെഡിറ്റേഴ്സ് എഴുതണം, ലോണ് 1,500 എഴുതണം. ബാക്കി ക്യാപിറ്റൽ അല്ല, ലോണും ക്രെഡിറ്റേഴ്സും മാത്രം എഴുതുക. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ ബാഡ് ഡെപ്റ്റും കൂടി അവിടെ എഴുതുക. ആ സൈഡ് വരും. ഓക്കെ, ഇത്രയും നമുക്കൊന്ന് ഫസ്റ്റ് എഴുതിയിട്ട് വരാം. സൺട്രി അസറ്റ് 17,000,
ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. ഇനി അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ? ഇനി നമുക്ക് നോക്കേണ്ടത് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നോക്കാം. ഗുഡ് വില്ല് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് എന്താണ്? എ എന്തൊക്കെ എടുത്തു എന്നുള്ളത് നോക്കാം. എ എന്തൊക്കെ എടുത്തത്? എ ഈസ് ടു ടേക്ക് ഓവർ ഓൾ ഫിക്ചേഴ്സ്. എല്ലാ ഫിക്ചേഴ്സിൻ്റെ എ എത്രയാണ് എടുത്തത്? ഓക്കെ, എ എന്തിനാ എടുത്തത്? എല്ലാ ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 800 റുപ്പീസിന് എടുത്തു. ഓക്കെ, 800 റുപ്പീസിന് എടുത്തു. ഡെറ്റേഴ്സ് 20,000 ഡെറ്റേഴ്സ് 17,200 എടുത്തു. ഓക്കെ, പിന്നെ ക്രെഡിറ്റേഴ്സ് 6,000 എന്നുള്ള ആ ഒരു ഇതിൽ തന്നെ സെറ്റിൽ ചെയ്തു. ഓക്കെ, അപ്പോൾ എയുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എയുടെ അസറ്റായിട്ട് വരുന്നത് ഫിക്ചേഴ്സും ഡെറ്റേഴ്സും ആണ്. ഓക്കെ, ഫിക്ചേഴ്സും ഡെറ്റേഴ്സും ആണ്. ആ ഫിക്ചേഴ്സും ഡെറ്റേഴ്സും നമ്മൾ ഇവിടെ എഴുതിയത് അതേപോലെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഫിക്ചേഴ്സും ഡെറ്റേഴ്സും നമ്മൾ ഈ സൈഡിലാണ് എഴുതിയത് അല്ലേ? അപ്പോൾ എ എടുത്തു, എ ആണ് ആ ഫിക്ചേഴ്സ് എടുത്തത് എന്ന് പറയാൻ നേരത്ത് ഫർണിച്ചർ ആൻഡ് ഫിക്ചേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എടുത്തു എന്ന് പറയാൻ നേരത്ത് നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതുക. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതാം. അതേപോലെ തന്നെയാണ് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രാക്കറ്റിൽ എന്താണ് ഐറ്റം എന്നുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാം. എന്താണ്? ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഏസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ എഴുതുന്നത്? ഡെറ്റേഴ്സ്. അടുത്ത ഡെറ്റേഴ്സ് അല്ലേ എടുത്തിരിക്കുന്നത്? ഓക്കെ, ഡെറ്റേഴ്സ്. അതേപോലെ തന്നെ ഇനി എന്താണ്? ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്തില്ലേ? അപ്പോൾ അത് ക്രെഡിറ്റർ എവിടെ വരിക? ഈ സൈഡിലാണ് നമ്മൾ എഴുതുക. എ ആയിട്ട് അത് സെറ്റിൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് വരിക. ഓക്കെ, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് എടുത്തിട്ട് വരിക. എത്രയാണ്? 6,000. എയുടെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന ആരാണ്? ബി ആണ്. ബി എന്തൊക്കെ എടുത്തു? സ്റ്റോക്ക് 7,000 എടുത്തു. അതേപോലെ തന്നെ സൺട്രി അസറ്റ് 7,200. ബിയും ബുക്ക് വാല്യൂ ലെസ് 10% എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. പറ്റേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ എഴുതുന്നത്? അസറ്റ് സ്റ്റോക്ക് 7,000 എടുത്തു. ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 7,000 എടുക്കുക. സൺട്രി അസറ്റ് 7,200. ഓക്കെ, 7,200. ഇവിടെ ചെറിയൊരു വർക്കിംഗ് ഒന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സൺട്രി അസറ്റിൻ്റെ കേസ്. സൺട്രി അസറ്റ് ടോട്ടലായിട്ട് എത്രയുണ്ട്? 17,000 ഉണ്ട് അല്ലേ? സൺട്രി അസറ്റ് ടോട്ടലായിട്ട് 17,000 ഉണ്ട്. അതിൽ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കണം ബി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കണേ. ബി എത്രയാണ് സൺട്രി അസറ്റ് എടുത്തത്? 7,200 ബി എടുത്തിട്ടുണ്ട്. ഓക്കെ, ബി എടുത്തിരിക്കുന്നത് 7,200 ആണ്. ആ 7,200 എന്നുള്ളത് എന്താണ്? ബുക്ക് വാല്യൂന്ന് ലെസ് 10% ആണ്. അതായത് ഇത് ഈ 7,200 എന്നുള്ളത് എന്താണ്? 90% ആണ്. ബുക്ക് വാല്യൂ ലെസ് 10% എന്ന് വെച്ചാൽ അത് 90%-നാണ്. 90% എമൗണ്ട് ആണ് ഈ 7,200 എന്നുള്ളത്. അപ്പോൾ 100% എത്രയാണ്? ഇതെങ്ങനെ കണ്ടുപിടിക്കും? 7,200 90%-ലാണ്. അപ്പോൾ 100% കാണാനായിട്ട് ഇൻറ്റു 100 ഇടുക. ഓക്കെ, എത്ര വരും? 7,200 ഡിവൈഡഡ് ബൈ 90 ഇൻറ്റു 100 8,000 വരും. ഓക്കെ,
അത് 8,000 സൺട്രി അസറ്റ് ആണ് ബി എത്രയാണ് എടുത്തത് 7,200 എടുത്തത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സൺട്രി അസറ്റ് എത്രയുണ്ടായിരുന്നു? ടോട്ടൽ 17,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 8,000 പോയി, അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 9,000 ഉണ്ട് അല്ലേ? ബാലൻസ് ഇനി 9,000 ഉണ്ട്. ആ 9,000 ആണ് സി എടുത്തിരിക്കുന്നത്. ഇവിടെ സൺട്രി അസറ്റ് 90% ഓഫ് ബുക്ക് വാല്യൂവിന് എടുത്തിരിക്കണം. അതായത് സി എടുത്തപ്പോൾ എന്ത് ചെയ്തു? സി എടുത്ത് 90% ബുക്ക് വാല്യൂവിനാണ്. അതായത് 9,000 അല്ലേ ബാലൻസ് ഉള്ളത്? 9,000ൻ്റെ 90% ആണ് സി എടുത്ത് ബുക്ക് വാല്യൂവിനാണ് എടുത്തത്. അതായത് 90%, 9,000ൻ്റെ 90% എന്ന് പറഞ്ഞാൽ എത്ര വരും? 9,000ൻ്റെ 90% എന്ന് പറഞ്ഞാൽ 8,100. 8,100-നാണ് ആരെടുത്തിരിക്കുന്നത്? സൺട്രി അസറ്റ് സി 9,000ൻ്റെ സൺട്രി അസറ്റ് 8,100-ന് എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ എന്താ പറഞ്ഞത്? ലെസ് 100 അലവൻസും കൂടി മൈനസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8,000ൻ്റെ കൂടെ 100 അലവൻസും കൂടി മൈനസ് ചെയ്തപ്പോൾ 8,000-നാണ് സി എടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ സൺട്രി അസറ്റ് എന്നുള്ള ടോട്ടൽ 17,000 ഉണ്ടായിരുന്നു. അതിൽ ബി എടുത്തത് 7,200 ആണ്. 7,200 എന്നുള്ള എമൗണ്ട് എന്താണ്? 90% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100% എമൗണ്ട് കണ്ടാലേ നമുക്ക് ഈ 70,000 എത്ര എടുത്തു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ 100% കാണാനായിട്ട് 7,200 ഡിവൈഡഡ് ബൈ 90 × 100 8,000. 17,000 8,000 പോയാൽ 9,000 കിട്ടും. ആ 9,000 ആണ് സി എടുത്തിട്ടുണ്ടാവുക. സി എടുത്തിരിക്കുന്നത് അതും 90%-നാണ്. അതായത് 8,100 നിന്ന് അലവൻസ് 100 മൈനസ് ചെയ്തു. അപ്പോൾ 8,000-നാണ് സി സൺട്രി അസറ്റ് ബാലൻസ് ഉണ്ടായിരുന്ന സൺട്രി അസറ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായില്ലേ നമുക്ക്? അപ്പോൾ ബിയുടെ സൺട്രി അസറ്റിൻ്റെ കേസും നമ്മൾ എടുത്തു. ബിയുടെ കേസ് ആ സൺട്രി അസറ്റിൻ്റെ ഇതോടുകൂടി അത് കഴിഞ്ഞു, ബിയുടെ കഴിഞ്ഞു. ഇനി സി എന്താണ് പറഞ്ഞിരിക്കുന്നത്? സി എടുത്തിരിക്കുന്നത് 90% ബുക്ക് വാല്യൂ 100. അത് നമ്മൾ പറഞ്ഞു. സൺട്രി അസറ്റ് എത്രയാണ്? 8,000 ആണ് സൺട്രി അസറ്റ് ആണ് സി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എഴുതാം സിയുടെ ക്യാപിറ്റൽ. സൺട്രി അസറ്റ് എത്രയാണ്? 8,000 വന്നത് നമുക്ക് മനസ്സിലായില്ലേ? ഓക്കെ, വർക്കിംഗ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി സി വേറെ എന്താ എടുത്തിട്ടുള്ളത്? സൺട്രി അസറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സി എന്ത് ചെയ്തു? ലോൺ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോണ് 1,500 ആണ് അല്ലേ? അതിൽ 30 ഇൻട്രസ്റ്റ് കൂടി ചേർത്തിട്ടാണ് സി അത് പേ ചെയ്തിരിക്കുന്നത്. സി പേ ചെയ്തു എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ലോൺ എവിടെ നമ്മൾ എഴുതിയിരിക്കണേ? ക്രെഡിറ്റ് സൈഡ് എഴുതിയിരിക്കണേ, അതായത് റൈറ്റ് സൈഡ് എഴുതിയിരിക്കണേ. അപ്പോൾ സി എടുത്തു എന്ന് പറയാൻ നേരത്തെ അത് എങ്ങോട്ട് പോവും? നമുക്ക് അടുത്ത സൈഡ് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും അല്ലേ? സിയുടെ ക്യാപിറ്റലിൽ ലോണ് വരും. അതേപോലെ തന്നെ എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ ലോണും വരും. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ വരും. ലോൺ എത്രയാണ്? 1,500 ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോണ് 30 ആണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും വരും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എക്സ്പെൻസ് ഓഫ് ഡിസൊല്യൂഷൻ സിയുടെ കാര്യം കഴിഞ്ഞു. ഇനി ഡിസൊല്യൂഷൻ എക്സ്പെൻസ് 270 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് എൻട്രി പറഞ്ഞു. എന്താണ്? റിയലൈസേഷൻ അക്കൗണ്ട് ടു ബാങ്ക് ഓർ ക്യാഷ് എന്നുള്ളതാണ് എൻട്രി. അപ്പം ടു ബാങ്ക് ഓർ ക്യാഷ് എന്താണ്? ബാങ്ക് എന്ന് തന്നെ ഇടാം. എന്താണ്? റിയലൈസേഷൻ എക്സ്പെൻസ്. ഓക്കെ, 270. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? The remaining debtors were sold to debt collecting agency for 50% of book value. അതിനും ഒരു ചെറിയൊരു വർക്കിംഗ് ഉണ്ട്. എന്താണ്? ഡെറ്റേഴ്സ് ശരിക്കും പറഞ്ഞാൽ എത്ര ഉണ്ടായിരുന്നു? 24,200 ഉണ്ടായിരുന്നു. ഡെറ്റേഴ്സ് ടോട്ടൽ 24,200. അതിൽ ബി എത്ര എടുത്തു എന്ന് ബി അല്ല, എ എത്ര എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ എടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് 20,000-ൻ്റെ ബുക്ക് വാല്യൂ എടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 20,000 ആണ്. ബി എത്രയാണ് എടുത്തത്? 17,200 എടുത്തത് അല്ലേ? 20,000 ആണ് എടുത്തത്. അത് 17,200 എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എടുത്തിരിക്കുന്നത് പ്രശ്നമല്ല. എത്ര എടുത്തത്? 20,000 എടുത്തിരിക്കുന്നത്. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 4,200 ഉണ്ട്. ആ 4,200 ആണ് ഡെറ്റ് കളക്ടിങ് ഏജൻസി എന്തിന് ചെയ്തത്? 50%-ൽ അവരെടുത്തിരിക്കുന്നത്. ബാലൻസ് ഉള്ള 4,200-ന്
എന്താണ് 50%ലാണ് ഡെറ്റ് കളക്ടിങ് ഏജൻസി എടുത്തിരിക്കുന്നത്. അതായത് എത്രയാണ് 2100 ആണ് ഡെറ്റ് കളക്ടിങ് ഏജൻസി എടുത്തിരിക്കുന്നതെന്ന്. അതായത് അപ്പം എന്ത് വരും, ഇവിടെ ബാങ്ക് വരും, ഡെറ്റേഴ്സ് വരാൻ നേരത്തെ ഇവിടെ എന്ത് വരും, ബാങ്ക് വരും. ഡെറ്റേഴ്സ് എവിടെ ഉള്ളത്, ഡെറ്റേഴ്സ് ലെഫ്റ്റ് സൈഡിലേ ഉള്ളത് അല്ലേ. അതിന് നമ്മൾ അത് എടുത്തു എന്ന് പറയാൻ നേരത്തെ എന്ത് പറയും, ബാങ്ക് എന്ന് പറഞ്ഞാൽ എഴുതണം. ഡെറ്റേഴ്സിൻ്റെ ഡെറ്റ് കളക്ടിങ് ഏജൻസി നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. ആക്ച്വലി ബാങ്കിങ് മാത്രം എഴുതിയാൽ മതി, നമുക്കത് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ 2100 എങ്ങനെയാണ് വന്നതെന്നുള്ളത് മനസ്സിലായില്ലേ. ഓക്കെ, ഇനി നമുക്ക് ഏത് സൈഡാണ് ടോട്ടൽ കൂടുതലും നോക്കിയിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ബാലൻസ് ചെയ്യുക. ഇവിടെ 57,800 ഉണ്ട്, ഇവിടെ 51,000 ഉള്ളൂ. അപ്പോൾ ടോട്ടൽ എവിടെയാണ് കൂടുതൽ, ഇവിടെയാണ് കൂടുതൽ. സം ചെയ്യുക. ലോസ് എന്ന് പറയണത് 57,800 മൈനസ് 51,000 എത്രയാണ്, 6,800 ആണ് നമ്മൾ എങ്ങോട്ട് മാറ്റേണ്ടത്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റാൻ നേരത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ പാർട്ട്നേഴ്സിനും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കൊടുക്കണം. ഓക്കെ, എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് ബീസ് ക്യാപിറ്റൽ സീസ് ക്യാപിറ്റൽ. ഓക്കെ, ഇവർക്ക് ഏതാണ് ആ റേഷ്യോയിൽ നമ്മൾ കൊടുക്കണം. റേഷ്യോ ഏതായിരുന്നു ഫസ്റ്റ് നമ്മൾ നോക്കിയത്, റേഷ്യോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ്, 3:1:1. 3:1:1 എന്നുള്ള റേഷ്യോയിൽ കൊടുക്കണം. അതായത് ഈ 6,800-ന് 4,080 എന്നുള്ളത് എക്കും, ബിക്ക് എത്രയാണ് 6,800-ന് 1,360, ബാക്കി 3,000 എത്രയാണ്, 3:1:1 അല്ലേ. അപ്പോൾ രണ്ടിനും ബിക്കും സിക്കും സെയിം ആണ്. 1,360 എന്നുള്ളതിൽ സിക്കും കൊടുക്കാം. ഓക്കെ, ഇതാണ് റിയലൈസേഷൻ അക്കൗണ്ട് എന്നുള്ളത്. സിമ്പിളായിട്ട് ഇത് തീർന്നില്ലേ. അസറ്റ് അല്ല നമ്മൾ ഈ സൈഡിലോട്ട് എഴുതുക, ലൈബിലിറ്റി അല്ല ഈ സൈഡിലോട്ട് എഴുതുക. അതേപോലെ തന്നെ അസറ്റ് സൈഡിൽ എന്തെങ്കിലും ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് കാണിക്കുക. ലൈബിലിറ്റി എന്തെങ്കിലും ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുക. ഇനി ഈ അസറ്റ് എന്തെങ്കിലും ആരെങ്കിലും ടേക്ക് ഓവർ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കുക, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. ക്രെഡിറ്റേഴ്സ് അതായത് ലൈബിലിറ്റി എന്തെങ്കിലും ആരെങ്കിലും എടുത്തു പേ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ലെഫ്റ്റ് സൈഡിൽ കാണിക്കാം. അത് മാത്രമേ നമ്മൾ നോട്ട് ചെയ്താൽ മതി. അതിൽ നമുക്ക് എൻട്രി അതിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതേപോലെ തന്നെ പഠിച്ചു പോയാൽ തന്നെ നമുക്ക് ഓക്കെ ആണ് അല്ലേ. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ഇടണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഇടാൻ നേരത്തേക്ക് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഓപ്പണിംഗ് ബാലൻസ് ഇതിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വരും. എത്രയാണ്, 27,500, 10,000, 7,000 എന്നുള്ളതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് 27,500, 10,000, 7,000. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റിയ ഐറ്റമാണ് എന്താണ്, റിയലൈസേഷൻ ലോസ്. ഓക്കെ, റിയലൈസേഷൻ ലോസ് എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് പോരും. റിയലൈസേഷൻ ലോസ് എത്രയായിരുന്നു, അത് 4,080, ബാക്കി 1,360. ഓക്കെ, ആ രണ്ടും നമുക്ക് ഇപ്പം ചെയ്തതിൽ നിന്ന് കിട്ടി. ഇനി ക്യാപിറ്റൽ എന്ന് പറയാനായിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ നമ്മൾ എ ക്യാപിറ്റൽ, ബി ക്യാപിറ്റൽ, സി ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടില്ലേ, അതങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് ഇപ്പുറത്തുനിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എന്താണ്, പിക്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്, 800 ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ എൻട്രി എങ്ങനെ വരും, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ, ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്ന് വരും. എത്ര വരും, 800 വരും. അപ്പോൾ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അത് അതേപോലെ തന്നെ എഴുതിയാൽ മതി.
റിയലൈസേഷൻ ലോസ് എന്നൊന്നും പറഞ്ഞാൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എയുടെ അടുത്ത് എക്ക് 800. അതേപോലെ തന്നെയാണ് അത് ഫിക്ചേഴ്സാണ് അല്ലേ. എ പിന്നെ എന്താണ് ഡെറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഫിക്ചേഴ്സ് എത്രയാണ് എടുത്ത് ഫിക്ചേഴ്സ് പറഞ്ഞു 17,200 എ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് വരാൻ പറ്റിയാണ് ബി എന്തെടുത്തിട്ടുണ്ട് 7,000ഉം 7,200ഉം എടുത്തിട്ടുണ്ട്. 7,000ഉം 7,200ഉം എടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ എഴുതാം, ഞാൻ ഇതിലേക്ക് കാണിച്ചതേ ഉള്ളൂ. സി എന്തെഴുതി സി 8,000 എടുത്തിട്ടുണ്ട്. സി എന്തെഴുതിയിട്ടുണ്ട് 8,000 എഴുതിയിട്ടുണ്ട്. ഈ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. ഓക്കെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സെപ്പറേറ്റ് ഒന്ന് പറയുന്നത്. പിന്നെ ഇനി ഇപ്പുറത്തെ സൈഡ് ആകുമ്പോൾ എൻട്രി ഇങ്ങനെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു എസ് ക്യാപിറ്റൽ. അപ്പോൾ എന്ത് വരും ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വരണം. ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് ഏതാ എന്താണ് ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് എ ക്യാപിറ്റലിന് 6,000 കാണിക്കണം. ബൈ റിയലൈസേഷൻ എക്ക് 6,000. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട് സിക്കാണുള്ളത് അല്ലേ. സിക്കാണുള്ളത്. സി എന്തൊക്കെയുണ്ട് സിക്ക് 1,500 ഉണ്ട് 30 ഉണ്ട്. അപ്പോൾ സിക്ക് 1,530 എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, 1,530 എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ അതിൽ വന്ന ഐറ്റം എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇനി ഇതിൽ വേറെ എന്തെങ്കിലും ഐറ്റം ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോകേണ്ട വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ എന്ന് നോക്കാം. വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യാം നമുക്ക് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യാൻ നേരത്തേക്കും ഏത് സൈഡാണ് ടോട്ടൽ വന്നതെന്ന് നോക്കാം. എല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എഴുതിയല്ലോ, അപ്പോൾ പിന്നെ അതനുസരിച്ച് വന്നാൽ മതി. അപ്പോൾ ഏത് സൈഡാണ് കൂടുതൽ വന്നത് എക്ക് ഈ സൈഡാണ് കൂടുതൽ. അപ്പോൾ ഇവിടെ ബാലൻസ് ചെയ്യാം. എത്രയാണ് 33,500 മൈനസ് 220,80 എത്ര ഒന്ന് 11,420. അതിന് നമുക്ക് എന്ത് എഴുതണം നമുക്കതിന് ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതാം. ടു ബാങ്ക് എന്ന് പറഞ്ഞ് ബാലൻസിങ് ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതാം ബാലൻസിങ് ഫിഗർ ആണെന്നുള്ളത്. അടുത്തതിന് എവിടെ വന്നത് അടുത്തതിന് ഇവിടെയാണ് കുറവ് വന്നേക്കണേ. ഇവിടെ കുറവ് വന്നപ്പോൾ ബിക്ക് ഓക്കെ ബിക്ക് എത്രയാണ് 15,560 10,000 മൈനസ് ചെയ്യാം. എത്ര വരും 5,560 വരും. അതും എന്ത് തന്നെ എഴുതുക ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതാം. ബാലൻസിങ് ഫിഗർ വരും. അടുത്തത് എന്താണ് അടുത്തത് ഇവിടെ തന്നെ ഓക്കെ സിക്ക് എത്രയാണ് 9,360 മൈനസ് 8,530 830 സിക്ക് വന്നു. ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തത് കറക്റ്റ് ആണോ. ഓക്കെ ബാങ്ക് അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ ടാലി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്തത് കറക്റ്റ് ആണെന്നുള്ളത് നമുക്കൊരു കോൺഫിഡൻസ് വരും. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണേ റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഇടാം. ബാങ്ക് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് എത്ര ഇതിൽ കൊടുത്തിരിക്കണം ഓപ്പണിംഗ് എടുക്കാം. ബാങ്ക് അക്കൗണ്ടിന് എത്ര വന്നത് 3,200 ആണ് ഓപ്പണിംഗ് വന്നത്. ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്ത് ബാലൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടു ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് 3,200 എടുക്കാം. ഓക്കെ ഇനി ബാങ്കിൽ വേറെ എന്തൊക്കെയുണ്ട് ആ റിയലൈസേഷൻ അക്കൗണ്ട് നോക്കിയാൽ മതി. എല്ലാം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇട്ടിട്ടില്ലേ. ബാങ്ക് എന്ന് പറഞ്ഞ റിയലൈസേഷൻ എക്സ്പെൻസ് 270 ഇട്ടിട്ടുണ്ട്. റിയലൈസേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ബാങ്ക് എന്ന് പറഞ്ഞാൽ ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് 270 കാണിക്കാം. ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് 270 270. ഓക്കെ ഇനി റിയലൈസേഷൻ അക്കൗണ്ട് നോക്ക്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഏതാ കാണിച്ചിരിക്കുന്നത് ഇവിടെ ബാങ്ക് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്
ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 2100 കാണിക്കാം. ടു റിയലൈസേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രാക്കറ്റിലും അതെന്താന്നുള്ളത് എടുത്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, 2100. ഇനി എന്താ എഴുതേണ്ടത്? നമുക്ക് ഇവിടെ ബാങ്ക് വന്നിട്ടുണ്ട് അല്ലേ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ. എങ്ങനെ വന്നിരിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ബീസ് ക്യാപിറ്റൽ സീസ് ക്യാപിറ്റൽ അല്ലേ. അപ്പൊ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബീസ് ക്യാപിറ്റൽ എത്രയാണ്? 5560. സീസ് ക്യാപിറ്റൽ എത്ര വരും? 830. അതേപോലെ തന്നെ ഇവിടെ ഇല്ലേ ബൈ ക്യാപിറ്റൽ അക്കൗണ്ട്. ഏതാണ്? ES ക്യാപിറ്റൽ. ES ക്യാപിറ്റൽ എത്രയാണ് വന്നിരിക്കണേ? ഇപ്പൊ 11,420 അല്ലേ. 11,420 ആണ് നമ്മൾ കണ്ടുവച്ചത്. അത് ES ക്യാപിറ്റൽ 11,420. ഇനി എൻ്റെ ടോട്ടൽ ഒന്ന് എടുത്തേ, ടാലിയാവോ നോക്കട്ടെ. അപ്പോൾ 11,690. ഓക്കെ, അപ്പോൾ ടാലിയായി. ഇതാണ് നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് വരച്ചു, ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു, ബാങ്ക് അക്കൗണ്ടും വരച്ചു. ഈസി ആയിട്ട് നമ്മളത് ചെയ്ത് തീർത്തില്ലേ. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടി നമുക്ക് ഇതിലുണ്ട്. നമുക്ക് നോക്കാം അടുത്ത പ്രോബ്ലം എന്താണെന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 23. XY is a sharing profit and losses in the ratio 2:1. അവിടെ 31 ഡിസംബറിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ബാലൻസ് ഷീറ്റ്. നമുക്ക് നോക്കാം. ക്യാപിറ്റൽ, റിസർവ് ഫണ്ട്, ജോയിന്റ് ലൈഫ് പോളിസി ഫണ്ട്, ഫിക്സഡ് അസറ്റ്. അവിടെ എന്താ? ജോയിന്റ് ലൈഫ് പോളിസി, സറണ്ടർ വാല്യൂ, ഡെറ്റേഴ്സ്, പ്രൊവിഷൻ ലെസ് ചെയ്ത് ഇട്ടുള്ള ഫിഗർ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണ്? സ്റ്റോക്ക്, അതിൻ്റെ പ്രൈസ് ലോഡിങ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഫ്ലക്ച്വേഷൻ ഫണ്ട് ലെസ് ചെയ്തിട്ടുണ്ട്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഇൻവെസ്റ്റ്മെൻറ്റ് വേർ ടേക്കൺ ഓവർ ബൈ എക്സ് അറ്റ് 6,000. 8,000 ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് എക്സ് എടുത്തത് 6,000 ആണ്. ക്രെഡിറ്റേഴ്സ് 10,000-ന് ആരെടുത്തു? വൈ എടുത്തു. ഓക്കെ, അത് ക്ലോസ് ചെയ്തേക്കാന്ന് പറഞ്ഞ് വൈ എടുത്തിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സിന് 10,000. ക്രെഡിറ്റേഴ്സ് ആക്ച്വലി എത്രയായിരുന്നു? ക്രെഡിറ്റേഴ്സ് 19,000 ആണ്. 10,000 ആണ് എടുത്തിരിക്കുന്നത്. ഹു ഹാവ് എഗ്രീഡ് ടു സെറ്റിൽ അക്കൗണ്ട് വിത്ത് ദം അറ്റ് 9,900. ഓക്കെ, അത് 10,000-ൻ്റെ ക്രെഡിറ്റേഴ്സ് അവർ 10,000 സെറ്റിൽ ചെയ്യേണ്ടതാണ്. അതിന് അവർ തമ്മിൽ സംസാരിച്ച് 9,900-ന് സെറ്റിൽ ചെയ്തു. 100 rupees അത് പ്രോഫിറ്റാണ്. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മൾ പറയുമ്പോൾ 10,000 തന്നെ എടുക്കാം. റിമൈനിങ് ക്രെഡിറ്റേഴ്സ് വേർ പെയ്ഡ് 7,500-ന്. ഓക്കെ, അപ്പോൾ ഇനി ബാലൻസ് എത്ര ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു? ക്രെഡിറ്റേഴ്സ് 19,000 ഉണ്ടായിരുന്നു. അതിൽ 10,000 പോയി. ബാലൻസ് ഉള്ളത് 7,500-നാണ് സെറ്റിൽ ചെയ്തതെന്ന്. ജോയിന്റ് ലൈഫ് പോളിസി വാസ് സറണ്ടർഡ് ആൻഡ് ഫിക്സഡ് അസറ്റ് റിയലൈസ്ഡ് 70,000. ഫിക്സഡ് അസറ്റ് എത്രയാണ് റിയലൈസ് ചെയ്തത്? 70,000. ഫിക്സഡ് അസറ്റ് 50,000 ഉണ്ടായിരുന്നു. ആ 20,000 എക്സ്ട്രാ ആയിട്ട് 70,000 റിയലൈസ് ചെയ്തു. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് 7,000 9,000-നാണ്. സ്റ്റോക്ക് 10,000 ഉണ്ടായിരുന്നത് 7,000-നും. പിന്നെ എന്താണ്? ഡെറ്റേഴ്സ് എത്ര ഉണ്ടായിരുന്നു? ഡെറ്റേഴ്സ് 10,000 ഉണ്ടായിരുന്നു, 9,000-നുമാണ് റിയലൈസ് ചെയ്തത്. One customer whose account was written off as bad now paid 800 which is not included in 9,000 mentioned above. Debtors എന്നുള്ള ആ 9,000-ൽ ഒരു ഡെറ്റർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് കൊടുത്തിരുന്ന ആൾ പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് അവർ ക്യാഷ് തന്നു. അതായത് കിട്ടില്ല, സോറി, അത് എന്താണ്, റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞാണ്. ബാഡ് ഡെപ്റ്റ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞാണ്. അത് കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നത് ഇപ്പം കിട്ടിയത് 800 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആ 9,000-ൽ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് കാണിക്കണം. ദർ വാസ് ആൻ അൺറെക്കോർഡഡ് അസസ് എസ്റ്റിമേറ്റഡ് 3,000. ഓക്കെ, ഹാഫ് ഓഫ് വിച്ച് ഹാസ് ഹാൻഡഡ് ഓവർ ടു ആൻ അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഓഫ് 5,000 in settlement of claim 2,500 and remaining half was sold in the market which realized 1,300. അതായത്
അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറയുന്നത് 3000 ആണ്. ഓക്കെ, അൺറെക്കോർഡഡ് അസറ്റ് ഈ യു എന്ന് കാണിക്കാം. അൺറെക്കോർഡഡ് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3000 ആണ്. ഓക്കെ, അതിൻ്റെ ഹാഫ് നമ്മൾ അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഉണ്ടായിരുന്നു, ഒരു 5000 ഉണ്ടായിരുന്നു, അത് സെറ്റിൽ ചെയ്യാനായിട്ട് കൊടുത്തു. അതായത് 3000 എന്നുള്ളതിൻ്റെ പാതി എത്രയാണ്? 1500. ആ 1500 നമ്മൾ അൺറെക്കോർഡഡ് ലൈബിലിറ്റി സെറ്റിൽ ചെയ്യാനായിട്ട് കൊടുത്തു എന്നാണ് പറയണത്. അതായത് അൺറെക്കോർഡഡ് ലൈബിലിറ്റി ഏതായിരുന്നു? 2500. ആ 2500 നമ്മൾ എന്ത് ചെയ്തു? അത് സെറ്റിൽ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അതായത് അയാൾക്ക് ബാലൻസ് ഉള്ളത് 1500 ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? 1500-ൽ 5000 അൺറെക്കോർഡഡ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 5000 ഉണ്ടായിരുന്നു. അതിൽ 2500, ആ 5000-ൽ 2500 പാതി നമ്മൾ എന്തുപയോഗിച്ച് സെറ്റിൽ ചെയ്തു എന്ന് പറയണത്? ഈ അൺറെക്കോർഡഡ് അസറ്റ് ഉപയോഗിച്ച് ഈ 2500 സെറ്റിൽ ചെയ്തു തന്നു. ആ അൺറെക്കോർഡഡ് അസറ്റ് ഫുള്ളല്ല ഉപയോഗിച്ചു, അൺറെക്കോർഡഡ് അസറ്റിന്റെ ഹാഫാണ് യൂസ് ചെയ്തത്. അതായത് 1500 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2500-ന് 1500 കൊടുത്താണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ബാലൻസ് 1000 എന്തായിരിക്കും? എന്തെങ്കിലും ഡിസ്കൗണ്ട് ആയിരിക്കും. ഇങ്ങനെ ഡിസൊല്യൂഷൻ സംഭവിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡിസ്കൗണ്ട് ആയിരിക്കും ബാലൻസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 1000 എന്നുള്ളത് അതേപോലെ വയ്ക്കാം. അപ്പൊ ഇനി അൺറെക്കോർഡഡ് ലൈബിലിറ്റി ബാലൻസ് എത്രയുണ്ട്? അൺറെക്കോർഡഡ് ലൈബിലിറ്റി ബാലൻസ് എന്ന് പറയുന്നത് എത്രയുണ്ട്? 2500 ഉണ്ട്. ഓക്കെ, 2500 ബാലൻസ് ഉണ്ട്. അതെന്ത് ചെയ്തു എന്ന് പറഞ്ഞത്? റിമൈനിങ് ഹാഫ് വാസ് സോൾഡ് ഇൻ ദ എന്താണ്? Unrecorded liability 5000 in settlement of claim 2500 and the remaining half was sold in the market which realized 1300. അതായത് അൺറെക്കോർഡ് അസറ്റിന്റെ പാതിയാണ് അൺറെക്കോർഡ് ലൈബിലിറ്റി ഇത് സെറ്റിൽ ചെയ്യാനായിട്ട് കൊടുത്തത്. ബാലൻസ് പാതി എത്രയുണ്ട്? അൺറെക്കോർഡ് അസറ്റിന് 1500 ഇരിപ്പുണ്ട്. അത് എന്ത് ചെയ്തു? സെയിൽ ചെയ്ത് എത്ര കിട്ടി? 1300 കിട്ടിയെന്ന്. ഓക്കെ, മനസ്സിലായില്ലേ? 1300 കിട്ടിയെന്നാണ് ഉദ്ദേശിച്ചേക്കണം. ഇനി എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? Y took over the responsibility of completing the dissolution and he is granted salary 400 per month. ഓക്കെ, അപ്പോൾ Y ആണ് എല്ലാത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ആക്ച്വലി അതായത് റിയലൈസേഷൻ എക്സ്പെൻസ് എല്ലാം നോക്കിയിരിക്കുന്നത്. അപ്പോൾ അവർക്ക് 400 പെർ മന്ത് വെച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതായത് 31 ഡിസംബറിലാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ എന്നാ ഡിസൊല്യൂഷൻ സംഭവിച്ചിരിക്കുന്നത്? ആക്ച്വൽ എക്സ്പെൻസ് എമൗണ്ട് 1100 ആണ്. ഡിസൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്തത് ഏപ്രിലാണ്. അപ്പം ഡിസംബറിലിരുന്ന് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓക്കെ, 4 മാസത്തെ സാലറി ഇവർക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വൈക്ക് കിട്ടും. ഡിസൊല്യൂഷൻ ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണ്? 1100 ആണ് ആക്ച്വൽ എക്സ്പെൻസ്. റിയലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1100 ആണ്. ഇവിടെ സാലറിയാണ് ആ 400 കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ്? നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് ഇത്രയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെ തുടങ്ങാം? ഫിക്സഡ് അസറ്റ് 50,000 എടുക്കുക. ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ വാല്യൂ എന്ന് വെച്ച് 10,000 എടുക്കുക. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 10,000 എടുക്കുക. ഓക്കെ, ഡെറ്റ് കാണിക്കേണ്ട. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ 10,000 കാണിക്കുക. പിന്നെ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 8,000 കാണിക്കുക. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ, ബാങ്ക് എടുക്കില്ലല്ലോ. അത്രയും ഇവിടെ. ഇനി ഇപ്പുറത്ത് എന്തൊക്കെ കാണിക്കാം? ഇപ്പുറത്ത് കാണിക്കാൻ പറ്റിയത് എന്തൊക്കെയുണ്ട്? സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് 2000 കാണിക്കാം. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 19,000 കാണിക്കാം. ഓക്കെ, പിന്നെ ജോയിന്റ് ലൈഫ് പോളിസി ഫണ്ട് എന്ന് പറഞ്ഞ് 10,000 കാണിക്കാം. ഇത്രയും നമുക്ക് എഴുതിയിട്ട് വരാം. ഓക്കെ, ഇത് 2 സൈഡും എഴുതുക, ഇത് ബൈ സൈഡും എഴുതുക. നമുക്ക് അത്ര എഴുതിയിട്ട് വരാം. ഓക്കെ, എന്താണിപ്പോൾ? ഫിക്സഡ് അസറ്റ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത്രയും നമ്മൾ എന്ത് ചെയ്യും? നമ്മളിവിടെ 2 എന്ന് പറഞ്ഞു. ഫിക്സഡ് അസറ്റ്, ജോയിന്റ് ലൈഫ് പോളിസി, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് അത്ര എഴുതി. ഇനി ഈ സൈഡിൽ പറഞ്ഞാൽ തന്നെ എന്തുണ്ട്? ഇവിടെ ലെസ് ചെയ്ത് കാണിച്ചായിട്ടില്ലേ? പ്രൊവിഷൻ, പിന്നെ സ്റ്റോക്കിൻ്റെ പ്രൊവിഷൻ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് അതെവിടെ കാണിക്കും? അത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ 500, 2000, 5000 എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണിക്കണം. ഓക്കെ, ഇനി ഇപ്പുറത്ത് എന്താണ്? ക്രെഡിറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യും? ക്രെഡിറ്റേഴ്സ് എല്ലാം നമുക്ക് ബൈ ഇട്ട് എഴുതണം. ഓക്കെ, ക്രെഡിറ്റേഴ്സ്, ജോയിന്റ് ലൈഫ് പോളിസി ഫണ്ട്, സാലറി ഔട്ട്സ്റ്റാൻഡിങ് 2000. ഇത്രയും നമ്മൾ ഇവിടെ കാണിക്കും. ഇനി അവിടെ ലെസ് ഇട്ട് ഐറ്റം ഉണ്ട് അല്ലേ?
അവിടെ ലിസിറ്റ് ഐറ്റം ഉണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ പ്രൊവിഷൻ. അത് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എവിടെയാണ്, ഇവിടെ ബൈ പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ടു പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് 500 കാണിക്കണം. ഓക്കെ, അത്രയും നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഒന്നുമില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും, കണ്ണും പൂട്ടി ഇത്രയും സാധനങ്ങൾ ഇടാനായിട്ട് നമുക്കറിയാം. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് നോക്കേണ്ടത്. അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് വേർ ടേക്കൺ ഓവർ ബൈ എക്സ് അറ്റ് 6000. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ ഇരിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ സൈഡിലാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ആരെടുത്തു, എക്സ് എടുത്തു. എക്സ് 6000 എടുത്തു. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുക. എന്താണ്, എക്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ എടുത്തിരിക്കണേ, ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, 6000. ഇനി അടുത്ത എന്താ പറയുന്നത്, ക്രെഡിറ്റേഴ്സ് 10,000 were taken over by Y. ക്രെഡിറ്റേഴ്സിന് 10,000 എടുത്തിരിക്കുന്നത് Y ആണ്. ക്രെഡിറ്റേഴ്സ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ആരെടുത്തു, Y എടുത്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് വൈസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കണം. ടു വൈസ് ക്യാപിറ്റൽ ക്രെഡിറ്റേഴ്സ് എത്രയാണ് എടുത്തെന്ന് പറഞ്ഞേ, 10,000. ഓക്കെ, ഇനി അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഹു ഹാവ് എഗ്രീഡ് ടു സെറ്റിൽ അക്കൗണ്ട് 9,900. അത് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അവർ 10,000 സെറ്റിൽ ചെയ്യണം. പക്ഷേ അതിൽ അവരെന്തെങ്കിലും സംസാരിച്ച് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല. റിമൈനിങ് ക്രെഡിറ്റേഴ്സ് വെയർ പെയ്ഡ് 7,500. റിമൈനിങ് ക്രെഡിറ്റേഴ്സിന് 7,500 വെച്ച് കൊടുത്തു എന്ന്. അതായത് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റേഴ്സിന് നമ്മളായിട്ട് തന്നെ ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്തു. ഓക്കെ, ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ നേരത്തേക്കും ക്യാഷ് എന്ത് ചെയ്യും, 2 ക്യാഷ് ആയിട്ട് വരും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ബാങ്ക് ഓർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എത്രയാണ്, 7,500. 7,500 ടു ബാങ്ക് ക്രെഡിറ്റേഴ്സ് 7,500. ബാലൻസ് നമ്മൾ ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്തു. ഇനി ജോയിന്റ് ലൈഫ് പോളിസി വാസ് സറണ്ടേർഡ് ആൻഡ് ഫിക്സഡ് അസറ്റ് റിയലൈസ്ഡ് 70,000. ഫിക്സഡ് അസറ്റ് നമ്മൾ വിറ്റത് എത്രയാണ്, 70,000. ഫിക്സഡ് അസറ്റ് എവിടെ കാണിച്ചിരിക്കുന്നത്, ഇവിടെയാണ് 50,000 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്തു, ഇത് ചെയ്തു അല്ലേ, ഫിക്സഡ് അസറ്റ് നമ്മൾ സെയിൽ ചെയ്തു. ഫിക്സഡ് അസറ്റ് എത്രയാണ്, 70,000. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് കാണിക്കുക. അതേപോലെ ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്ത് എത്രയാണ്, 10,000 ആണ്. അതും ഇത് എന്ത് ചെയ്യണം, ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ എന്ന് പറഞ്ഞ എമൗണ്ടും കൊണ്ടുവരിക, ഫിക്സഡ് അസറ്റും കൊണ്ടുവരിക. ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ വാല്യൂ എടുക്കാം, 10,000. അതേപോലെ തന്നെയാണ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എന്തെടുക്കുക, ഫിക്സഡ് അസറ്റ് എടുക്കുക. ഫിക്സഡ് അസറ്റ് എടുക്കാം. $70,000 അല്ലേ, 50,000 ഉണ്ടായിരുന്ന സംഭവം 70,000 അവർ സെയിൽ ചെയ്ത്. ഓക്കെ, അപ്പോൾ അതും എഴുതി. ഇനി അടുത്തത് എന്താണ്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് റിയലൈസ്ഡ്. സ്റ്റോക്കും ഡെറ്റേഴ്സും 7,000 9,000. സ്റ്റോക്കും ഡെറ്റേഴ്സ് എവിടെ വന്ന, ഈ സൈഡിലാണ്. അത് സ്റ്റോക്കും ഡെറ്റേഴ്സും അപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതണം. അത് സെയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്റ്റോക്ക് 7,000, ഇത് 9,000, എന്ത് ഡെറ്റേഴ്സ് 9,000 ബൈ സ്റ്റോക്ക് ബൈ ഡെറ്റേഴ്സ് 7,000 9,000. സ്റ്റോക്കും ഡെറ്റേഴ്സും വന്നു. അത് ബൈ സ്റ്റോക്കും ഡെറ്റേഴ്സ് എന്നല്ല, ബാങ്ക് എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്, അല്ലെങ്കിൽ കൺഫ്യൂസ് ആവും പിന്നീട്. നമ്മൾ ബാങ്ക് അക്കൗണ്ട് വരക്കാൻ നേരത്തേക്ക് നമ്മളത് ശ്രദ്ധിക്കില്ല. ഡെറ്റേഴ്സ് അല്ലേ എന്ന് വിചാരിച്ച് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ എഴുതൂല, അപ്പോൾ ടാലി ആവില്ല. ഓക്കെ, ഡെറ്റേഴ്സും അതെഴുതി. ഇനി അടുത്തത് എന്താണ്, one customer whose account was written off bad now paid 800 which was not included in 9,000 mentioned above. 9,000 മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ എന്താണ്, ബാഡ് ഡെപ്റ്റ് തിരിച്ച് കിട്ടി എന്നുള്ളത്. അപ്പോൾ എന്താണ്, ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യണം, നമുക്ക് ബാങ്കിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ,
ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എത്രയാണ് പറഞ്ഞത്? 800 അല്ലേ? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് എന്ന് പറഞ്ഞിട്ട് 800 എഴുതി. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കണേ? അപ്പോൾ 800ൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി അടുത്തത് ദ അൺറെക്കോർഡഡ് അസറ്റ് എസ്റ്റിമേറ്റഡ് 3000 ഹാഫ് ഓഫ് വിച്ച് ഹാൻഡഡ് ഓവർ ഇത് ലൈബിലിറ്റി. അപ്പോൾ നമ്മളിവിടെ അത് കണ്ടുവച്ചിട്ടുണ്ട് അല്ലേ? 3000 ഉണ്ടായിരുന്നു, അതിൽ അൺറെക്കോർഡഡ് ലൈബിലിറ്റി 2500 പേ ചെയ്തു, ബാലൻസ് 1500 ഉണ്ടായിരുന്നത് നമ്മൾ വിറ്റ് 1300 ആക്കി. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്യും? വിറ്റപ്പോൾ നമുക്ക് കിട്ടി, എത്ര കിട്ടി? 1300 കിട്ടി. അത് നമുക്ക് എന്ത് ചെയ്യണം? അൺറെക്കോർഡഡ് അസറ്റ് സെയിൽ ചെയ്ത വാല്യൂ ആണ് എത്ര അല്ലേ? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അൺറെക്കോർഡഡ് അസറ്റിന്റെ വാല്യൂ 1300 നമ്മൾ കാണിക്കണം. ഓക്കെ, വിറ്റപ്പോൾ കിട്ടിയത് നമുക്ക് ബാങ്കിലോട്ടല്ലേ പോകുള്ളൂ. അൺറെക്കോർഡഡ് അസറ്റ് സെയിൽ ചെയ്തപ്പോൾ ഉള്ളത് എത്ര കിട്ടി? 1300 ആണ് കിട്ടിയത്. ഓക്കെ, ഇനി വേറെ എന്ത് എഴുതാനുണ്ട്? അൺറെക്കോർഡഡ് ലൈബിലിറ്റി നമ്മളൊന്ന് പേ ചെയ്തു അല്ലേ? 1500 കൊടുത്താണ് നമ്മൾ പേ ചെയ്തതെങ്കിലും ആക്ച്വലി അതിന്റെ വാല്യൂ എത്ര? 2500. നമ്മളുടെ ഉള്ളിലാണ് അത് എന്ത് സംസാരിച്ച് 1500 നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങിയത്. ആക്ച്വലി അത് എത്രയാണ്? 2500ന്റെ ഇതാണ് അൺറെക്കോർഡഡ് ലൈബിലിറ്റി ആണ് നമ്മൾ പേ ചെയ്തത്. അപ്പം നമ്മൾ അവിടെ എന്ത് എഴുതണം? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് അൺറെക്കോർഡഡ് ലൈബിലിറ്റി പേ ചെയ്തു എന്നുള്ളത് എഴുതണം അല്ലേ? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ലൈബിലിറ്റി പേ ചെയ്തു. എത്രയാണ്? 2500ൻ്റെയാണ് അൺറെക്കോർഡ് ലൈബിലിറ്റി. 1500 നമ്മൾ പേ ചെയ്തത്. ഓക്കെ, ഇനി എന്താണ്? അതിൽ അത്രയേ ഉള്ളൂ അല്ലേ? അത്ര എടുക്കാനേ ഉള്ളൂ. ബാലൻസ് അൺറെക്കോർഡ് ലൈബിലിറ്റി 2005 എന്താ പറഞ്ഞിരിക്കുന്നത്? ബാലൻസ് സെയിൽ വിറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ബാലൻസ് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കണേ? ഇത് എന്താണ്? റിയലൈസേഷൻ എക്സ്പെൻസ് എത്രയുണ്ട്? അത് 1100 ആണ്. ഓക്കെ, ടു റിയലൈസേഷൻ എക്സ്പെൻസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വൈക്ക് സാലറി കൊടുത്തിട്ടുണ്ട്. എത്ര? 400 വെച്ചിട്ട്. ഡിസംബറിലെ കണക്കാണത്, ഏപ്രിലാണ് റിയലൈസേഷൻ. ഡിസംബർ കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസമുണ്ട്. ഏപ്രിൽ 30th ആണ്, 4 മാസമുണ്ട്. 400 × 4 1600. അത് ആർക്കാണ്? വൈക്കാണ് അല്ലേ? അപ്പൊ വൈക്കാണ് പോയിരിക്കുന്നത്. ടു വൈസ് ക്യാപിറ്റല് സാലറി 400 × 4 months എത്ര വരും? 1600 വരും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയേ. നമ്മളിവിടെ പേ ചെയ്തിട്ടില്ല. ചെയ്യണ കാര്യം എടുക്കാത്ത എക്സ്പെൻസ് ഏതാണ്? വേറൊന്നും നമ്മൾ എടുക്കാത്ത, അതായത് ഇതിൽ പറയാതെ നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ സെറ്റിൽ ചെയ്തല്ലേ ആവുള്ളൂ. അങ്ങനെയുള്ള ഒരു എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലേ? ഔട്ട്സ്റ്റാൻഡിങ് സാലറി നമ്മൾ ഇവിടെ എടുത്തു, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. പക്ഷെ അത് ആരും നമ്മൾ പേ ചെയ്തു എന്നോ അല്ലെങ്കിൽ ആരെങ്കിലും അത് ടേക്ക് ഓവർ ചെയ്തു എന്നോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ 2000. പക്ഷെ നമ്മളത് എന്ത് ചെയ്യണം? നമ്മളത് ആക്ച്വലി അതുകൊണ്ട് ഇതിൻ്റെ സമയത്ത് നമ്മളത് കൊടുക്കാതിരിക്കില്ലല്ലോ. എന്ത് ചെയ്യും? എന്തായാലും നമ്മളത് കൊടുക്കും അല്ലേ?
അപ്പോൾ ആ കൊടുക്കണമുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ എങ്ങനെ എഴുതണം, ടു ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതണം. കാരണം നമ്മളത് സെറ്റിൽ ചെയ്തല്ലേ പറ്റുള്ളൂ. അത് പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതിൻ്റെ സെറ്റിൽ ചെയ്തു എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. പ്രത്യേകിച്ച് ആരും ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളത് സെറ്റിൽ ചെയ്തു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായി, ഇപ്പം ഏത് സൈഡാണ് കൂടുതലായിട്ട് വന്നേ, ഈ സൈഡാണ് കൂടുതലായിട്ട് വന്നത്. അപ്പോൾ അതിൽ പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്രോഫിറ്റ് എത്ര വന്നിട്ടുണ്ട് നോക്കാം. $24,900 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓരോരുത്തർക്കും കൊടുക്കണം. ഓക്കെ, ഓരോരുത്തർക്കും XYZനും നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഷെയർ ചെയ്യേണ്ടത് 2:1:1 ആണ്. റേഷ്യോ ഏതാണ്? 2:2:1. 2:2:1 ആണ്. അപ്പം എക്സിന്, വൈക്ക്, ഇസഡിന്. അപ്പോൾ നമ്മളെങ്ങനെ എടുക്കും? 24,900 ഇൻറ്റു 2 divided by 5, 9,960. ഓക്കെ, വൈക്ക് എങ്ങനെ വരും? 24,900 അതേ സെയിം തന്നെ 9,960. 2:2:1 അല്ലേ? ഇനി ഇതിൻ്റെ എത്രയാണ്? അതിൻ്റെ പാതി എടുത്താൽ മതി. $4,980. ഓക്കെ ഓക്കെ, അങ്ങനെ റിയലൈസേഷൻ അക്കൗണ്ട് ഇട്ടു. റിയലൈസേഷൻ അക്കൗണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ എടുക്കുക, വേറെ ഒന്നും അതിലേക്ക് ചെയ്യാനില്ല. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോകണ്ടേ. ക്യാപിറ്റൽ അക്കൗണ്ട് ഇടാൻ നേരത്തേക്കും ബാലൻസ് എക്സിനും വൈക്കും ഇവിടെ വന്നിരിക്കണേ 40,000 30,000 വന്നിട്ടുണ്ട്. ബാക്കി XYZ ഒരാളില്ലേ, ഇസഡിന് ഇവിടെ 2,000 ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2 ബാലൻസും ഉണ്ട്. ഒന്ന് ബൈ ബാലൻസും ഉണ്ട്, ബൈ ബാലൻസ് ബ്രോ ഡൗണും ഉണ്ട്, 2 ബാലൻസ് ബ്രോ ഡൗണും ഉണ്ട്. ഓക്കെ, ഇസഡിനാണ് 2 ബാലൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. എത്ര? 2,000 ബാലൻസ്. ഇവർക്ക് 40,000 30,000 എക്സിനും വൈക്കും വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇവിടെ നിന്ന് എന്താണ് റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വൈയുടെ അക്കൗണ്ടിൽ കാണിക്കാനുണ്ട്. വൈയുടെ ക്യാപിറ്റൽ 10,000 ഉണ്ട്, 1,600 ഉണ്ട്. ഓക്കെ, റിയലൈസേഷൻ അക്കൗണ്ട് അറ്റാച്ച് ടു ക്യാപിറ്റൽ, അതിലപ്പോൾ ബൈ റിയലൈസേഷൻ. ബൈ റിയലൈസേഷൻ എത്രയും 10,000 വൈയുടെ അക്കൗണ്ടിൽ 10,000 കാണിക്കാനുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 1,600 കാണിക്കാനുണ്ട്. ഇനി അതേപോലെ തന്നെ എടുക്കേണ്ടത് എന്താണ്? ഇപ്പുറത്തെ വൈയുടെ 2 ഇത് കഴിഞ്ഞു. ഇനി ഇവിടെ ഉള്ളതാണ്. ഇവിടെ എന്താണ്? എക്സിൻ്റെ ക്യാപിറ്റൽ 6,000 കാണിക്കാനുണ്ട്. 6,000 മാത്രമേ ഉള്ളൂ അല്ലേ? എക്സിന് 6,000 അവിടെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ റിയലൈസേഷൻ പ്രോഫിറ്റ് കൊണ്ടുവന്നിട്ടില്ല. റിയലൈസേഷൻ പ്രോഫിറ്റ് നമ്മൾ എടുത്തിടണ്ടേ? ബൈ റിയലൈസേഷൻ പ്രോഫിറ്റ് എത്രയായിരുന്നു? 9,960 വെച്ചല്ലേ?
9,960 9,960 അതിൻ്റെ പാതി 4,980. ഓക്കെ, അപ്പോൾ റിയലൈസേഷൻ ലോസ് വന്നു. ഇനി എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ റിയലൈസേഷനിലൊന്നും വന്നില്ല, ഫുള്ളായിട്ട് എടുത്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? റിസർവ് ഫണ്ട് മറന്നു പോകരുത്. റിസർവ് ഫണ്ട് നമ്മളെങ്ങനെയാണ്, നമ്മൾ മുന്നേ പഠിച്ച ഓർമ്മയില്ലേ? റിസർവ് ഫണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണത്. 10,000 2:1 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. അതായത് 4,000 4,000 2,000 എന്ന് വരും റിസർവ് ഫണ്ട്. പാർട്ട്നേഴ്സിനുള്ളതല്ലേ? റിസർവ് 4,000 40,000 4,000 4,000 2,000 10,000 വന്നു. ഓക്കെ, ഇനി എന്താ? ഇനി നമുക്ക് ഏത് സൈഡാണ് കൂടുതലും നോക്കാം. ഇവിടെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 13,960 മൈനസ് 6,000 7,960 വന്നു. വൈക്ക് ഇവിടെ 25,560 ഇങ്ങനെ തന്നെ എഴുതേണ്ടി വരും. ഡൗട്ട് നോക്കിയതാണ്. 5,000 53. ടോട്ടലിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ബാലൻസിൽ ടോട്ടൽ ഇത് മാറിപ്പോയി. എന്താണ്? 53,960 മൈനസ് 13,960 40,000 13,960 വരും. 6,000 അല്ലേ വരുള്ളൂ. സോറി 6,000. ഓക്കെ, ഇനി ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ 55,560. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 6,980 മൈനസ് 2,000. ടോട്ടൽ 2,000 കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, 6,980. അപ്പോൾ ഇതാണ് നമ്മൾ എങ്ങാട് കൊടുക്കേണ്ടത്? ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതേണ്ടത്. ടു ബാങ്ക് എന്ന് പറഞ്ഞ് ബാലൻസ് ഫിഗറായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇനി ബാങ്ക് അക്കൗണ്ട് ഇടാൻ നേരത്തേക്ക് നമുക്ക് ബാങ്കിൽ എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നത്? ബാങ്ക് എവിടെ? 23,500. ബാങ്കിൽ 23,500 ഉണ്ടായിരുന്നു. അത് നമുക്ക് അതേപോലെ തന്നെ എന്ത് എഴുതാം? ടു ബാലൻസ് ബ്രോഡൗൺ. ടു ബാലൻസ് ബ്രോഡൗൺ 23,500 ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം നമുക്ക് ബാങ്ക് എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടി അല്ലേ? ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബാങ്ക് എന്നാ പറഞ്ഞേക്കണേ. അപ്പോൾ ബൈ ക്യാപിറ്റൽ അക്കൗണ്ട്. ബൈ ക്യാപിറ്റൽ അക്കൗണ്ട് ഏതൊക്കെയാണ്? എക്സ് വൈ സെഡ്. എക്സ് വൈ സെഡ്. എക്സിന് എത്രയായിരുന്നു? 47,960 47,960 55,560 4980. ഓക്കെ, ഇനി റിയലൈസേഷൻ എന്താണ്? റിയലൈസേഷൻ 9960. അത് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് പോയത്. ഓക്കെ, റിയലൈസേഷനിൽ വേറെ ബാങ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സ്, അതായത് റിയലൈസേഷൻ അക്കൗണ്ടായിട്ട് ഒരു ബാങ്ക്. അതിൽ ബാങ്ക് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എടുക്കാം? ടോട്ടൽ നിങ്ങൾ ഓരോന്നും എഴുതണമെങ്കിൽ ഓരോന്നും എഴുതിക്കോ. ഞാനിവിടെ ടോട്ടലായിട്ട് എഴുതണുള്ളൂ. എത്രയാണ്? 7,500 2,500 1,100 പിന്നെ ഇവിടെ 2,000. അപ്പം എത്ര? റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 13,100 എഴുതാം ഞാൻ. ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. റിയലൈസേഷൻ
13,100 എഴുതി. ഓക്കെ, ഇനി ഇപ്പുറത്തെ ഏതൊക്കെയാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ വെച്ചേക്കണേ? 10,000, 70,000, 7,000, 9,800, 1,300. എത്ര വരും? 98,100 ആണ്. എന്ത്? ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് 9800 കാണിക്കണം. ഓക്കെ, ടാലി ചെയ്ത് കണ്ടോ? ടു റിയലൈസേഷൻ. നിങ്ങളിങ്ങനെ ടോട്ടലായിട്ട് എഴുതിയാലും ഓക്കെ ആണ്, പക്ഷെ എന്നാലും സെപ്പറേറ്റ് ആയിട്ട് എഴുതിക്കോ. ഓക്കെ, അങ്ങനെ ബാങ്ക് അക്കൗണ്ടും ടാലിയായി. പ്രോബ്ലം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ആ ഒരു ചെറിയ എൻട്രിയുടെ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വേണ്ട എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ ഒരു ലോജിക്ക് നിങ്ങൾക്ക് ആ സൈഡ് മാറാതെ ഇടാനായിട്ട് ഈ പറഞ്ഞു തന്ന പോലെ സിമ്പിൾ വേ അല്ലേ? അസറ്റ് നമ്മളിങ്ങനെ കാണിക്കുന്നു, അത് ഒരാൾ എടുത്തെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കാണിക്കുന്നു. ആ ഒരു ഇത് മാത്രം നിങ്ങൾക്ക്, ആ ഒരു നാക്ക് മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. റിയലൈസേഷൻ അത് കറക്റ്റായിട്ട് ബാങ്കും ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഇടാൻ കഴിഞ്ഞാൽ നമ്മുടെ രണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാങ്കും നമുക്ക് ഈസി ആയിട്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ.